ഗുഡ് ഈവനിങ്. മാറ്റിന്റെ പിന്നാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രധാനമായും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതില് സ്കൂൾ പരീക്ഷാകാലം എന്നുള്ള നിലയിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന പ്രത്യേകിച്ച് ടീനേജേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് പ്രത്യേകം ടിപ്പുകളായിട്ട് കൊടുക്കാറുള്ളത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ജ്യോതി മാമാണ്. മാം ഒരു കൗൺസിലറാണ്, ഒരു ഓതറാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ ഗഹനമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ അവരോട് നമുക്ക് ലഭിക്കുന്നു. നമുക്കത് കേൾക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജ്യോതി മാമിനെയും സ്വാഗതം ചെയ്യുന്നു. മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. താങ്ക് യു ഓൾ. അതായത് കഴിഞ്ഞ തവണ ഞാൻ എടുത്തതിന്റെ ബാക്കിയാണ് ഇന്ന് എടുക്കുന്നത്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ പരീക്ഷാ തയ്യാറെടുപ്പിന് കൗമാരക്കാരെ എങ്ങനെ പിന്തുണയ്ക്കാം എന്നാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. 3 കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കൗമാരക്കാരെ എങ്ങനെ പിന്തുണയ്ക്കാം. രണ്ടാമത്തത് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ. മൂന്നാമത്തത് പഠനാവധിക്കാലം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് കൗമാരക്കാരെ എങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷാ തയ്യാറെടുപ്പിന് തയ്യാറാക്കാം. അതായത് രക്ഷിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ ഒരു 3 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് എന്താണെങ്കിൽ, ശരിക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ്, അതായത് പരീക്ഷ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയ്ക്ക് എത്രമാത്രം പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതും രക്ഷിതാക്കളുടെ കടമയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പലരും വളരെ നിസ്സാരമായിട്ട് എടുക്കും. അതല്ല, ശരിക്കും പരീക്ഷ ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെറുപ്പത്തിലെ കുട്ടികളെ മനസ്സിലേക്ക് എത്തിക്കണം ഒരു പരിധി വരെ. പിന്നെ രണ്ടാമത്തെ എന്താണെങ്കിൽ, ടീനേജേഴ്സിനെ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. രക്ഷിതാക്കൾക്ക് ഏറ്റവും ക്രൂഷ്യൽ റോള് വഹിക്കാൻ പറ്റും. അതായത് കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട്, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പല രക്ഷിതാക്കൾക്കും ഞാൻ മനസ്സിലാക്കിയത് എക്സാം സ്ട്രെസ് എന്താണെന്ന് അറിയില്ല. ശരിക്ക് എക്സാം സ്ട്രെസ് എന്താണെന്ന് നേരത്തെ രക്ഷിതാക്കൾക്ക് ഒരു ബോധം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ കുട്ടികൾ ശരിക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യങ്ങൾ, അതായത് എക്സാമിന്റെ പ്രാധാന്യത്തെപ്പറ്റി, അതായത് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടത് രക്ഷിതാക്കളുടെ വലിയൊരു കടമയാണ്. ഇനി രണ്ടാമത്തെ എന്താണെങ്കിൽ, നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കണം. അതായത് ഒരു കൺഡ്യൂസീവ് എൻവയോൺമെന്റ്. എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതായത് കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസ്, കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും ഒക്കെ ശ്രദ്ധ വിട്ടുപോകാത്ത രീതിയിൽ ഒരു സ്റ്റഡി റൂം ഒക്കെ ഒരുക്കിയിരിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. പിന്നെയാണ് ടീച്ചേഴ്സായിട്ട്, ആ പരീക്ഷയ്ക്ക് ശരിക്കും ടീച്ചേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കുട്ടിക്ക് ഒരു പരിധി വരെയൊക്കെ അവരെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കണം. പിന്നെ സ്ക്രീൻ ടൈം, അത് കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അവർ കുറയ്ക്കണം ശരിക്കും. പിന്നെ ഡിസ്ട്രാക്ഷൻ, അതായത് TV ഒക്കെ ഒച്ചത്തിൽ വെക്കുക, അതൊക്കെ കുട്ടികളെ പഠനത്തിനെ ശരിക്കും ബാധിക്കും. പിന്നെ ബ്രേക്ക്, പല രക്ഷിതാക്കളെയും വിചാരം എന്താണ്, 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സമയം പഠിക്കണം. അതായത് ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെഷീൻ മാതിരി തന്നെയാണ്. അത് ശരിക്കും അതിന് ബ്രേക്ക് ആവശ്യമാണ്. അപ്പൊ കറക്റ്റ് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിതരാവും, തീരെ മനസ്സിലാവില്ല. ആ കാര്യം ഓർമ്മ വേണം. പിന്നെ പരീക്ഷയ്ക്ക് കുട്ടികളെ സജ്ജരാക്കാൻ കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധമൊക്കെ വേണം. അതായത് ഗോളും റിവാർഡ്സും, ഇതൊക്കെ കുട്ടികളെ മനസ്സിൽ ഉണ്ടായാൽ മാത്രമേ
മാത്രമേ ഉള്ളൂ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കാൻ റെഡി ആവുന്നത്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അത് ഗോൾ സെറ്റിനോ റിവാർഡ്സിനെ പറ്റിയൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കാനൊക്കെ രക്ഷിതാക്കൾക്ക് നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിയും. പിന്നെ ഏതൊരു കാര്യത്തിനും പ്ലാനിങ് ആവശ്യമാണ്. പ്ലാനിങ്, പ്രയോറിറ്റൈസിങ്, അതായത് പ്രാധാന്യമുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ടൈം മാനേജ്മെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് അർജന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ശരിക്ക് പ്രാധാന്യമുള്ള കാര്യത്തിന് ഏറ്റവും വേഗത്തിൽ വേണ്ടതിനും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. പ്ലാനിങ് അതിന് ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുൾ ടൈം അങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരു മനുഷ്യന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. പിന്നെ സബ്ജക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതേ സമയത്ത് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കുന്നവർ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചില കുട്ടികൾ എല്ലാം നാളെ നീളം അങ്ങനെ പാടില്ല. പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് നീട്ടി വെക്കാൻ പാടില്ല. കറക്റ്റ് ടൈം ബൗണ്ടായിട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കണം. അത് മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് വളരെ അത്യാവശ്യമാണ്. ബ്രേക്ക് ഇല്ലെങ്കിൽ കുട്ടികൾ വേഗം ക്ഷീണിതരാവും, ഉറങ്ങും. പല കുട്ടികളും പഠിക്കുന്നവരെ ഉറങ്ങിപ്പോകുന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ തീരെ ബ്രേക്ക് ഇല്ലാണ്ട് ബ്രെയിനിന് ക്ഷീണിച്ചിട്ടാണ് ഉറങ്ങിപ്പോകുന്നത്. എല്ലാത്തിനും അങ്ങനെ തന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. വളരെ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാൻ കുട്ടികൾ സമയം കണ്ടെത്തണം. പിന്നെ എക്സാം സ്ട്രെസ്. ശരിക്കും എക്സാം സ്ട്രെസ് ശരിക്കും എന്താണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കണം. എന്തൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കുട്ടികൾ കാണിക്കുന്നത്. പല രക്ഷിതാക്കൾക്ക് അറിയില്ല എന്തൊക്കെ ലക്ഷണങ്ങളാണ്, ഇതൊക്കെ എക്സാം സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങളാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ എനിക്ക് തന്നെ അറിയുന്ന എത്രയോ പാരന്റ്സ് അങ്ങനെ അബദ്ധങ്ങളിൽ പെട്ടിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ച് അവർ വിചാരിക്കും എന്താ അത് സാധാരണമായിട്ടുള്ളതാണ്. അല്ല, ശരിക്കും എക്സാം സ്ട്രെസ് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അവരെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. അവർക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ, അതായത് തലവേദന. ചിലർക്ക് തലവേദന ഉണ്ടാവും, ചിലർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവും, ചിലർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവും, ചിലർക്ക് ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടും, ചിലർക്ക് ശ്വാസം ഗതി വേഗത്തിലാവും, ചിലർക്ക് കൈയിന്റെ അടി വേർക്കും. പിന്നെ ഫ്രസ്ട്രേഷൻ, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. വെറുതെ ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കര അസ്വസ്ഥത കാണിക്കും. പിന്നെ പേടി ഉണ്ടാവും ചിലർക്ക്. പിന്നെ ചില കുട്ടികൾ നഖം കടിക്കുന്ന കുട്ടികളെ കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂഡ് മാറുക. ഓരോ സമയത്ത് ഓരോ മൂഡ്, നമ്മൾ വിചാരിക്കാണ്ട് അവരെ മൂഡ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ തീരെ ഹോപ്പ്ലെസ്നെസ്, പാനിക്കര, ഒന്നിലും അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവാത്തൊരവസ്ഥ. പിന്നെ വെറുതെ ഡേ ഡ്രീമിങ് ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ? പകൽക്കിനാവ് കണ്ടിട്ട് ഒരു പണിയും ചെയ്യാതെ വെറുതെ കിനാവ് കണ്ടിരിക്കുന്ന ആ ശീലം, അതും തെറ്റാണ്. പിന്നെ ഒന്നിക്കല് വിശപ്പ് കൂടുതൽ, അല്ലെ തീരെ വിശപ്പില്ല. ഇതൊക്കെയാണ് ആൻസൈറ്റിന്റെ ലക്ഷണങ്ങൾ. പിന്നെ എന്താണ്, പിന്നെ ഞാൻ ഒന്നിനും കൊള്ളൂല, ഞാൻ ഒരിക്കലും ജയിക്കൂല, അങ്ങനെ സ്വയം തന്നെ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആ നെഗറ്റീവ് തോട്ട്സ് തന്നെ വന്നുകൊണ്ടിരുന്നിട്ട് അവർ അപ്സെറ്റ് ആയിരിക്കാം. പിന്നെ ഇതൊന്നും വിടാണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന അവസ്ഥ, എസ്കേപ്പിംഗ് ബിഹേവിയർ. ഇതൊക്കെയാണ് സാധാരണ കാണപ്പെടുന്ന സിംറ്റംസ്. ഇനി എന്തൊക്കെയാണ് കുട്ടികളെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്നത്? എന്തൊക്കെയാണ്? അതിലും പ്രധാന വില്ലൻ പാരന്റ്സ് ആണ്. അതായത് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ വെക്കും. ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടി പാടുപെടും. കുട്ടിക്ക് പറ്റാത്തതായിരിക്കും. അതാണ് ഒരു കാരണം. പിന്നെ വേറൊന്നാണെങ്കിൽ ഈ ചില കുട്ടികൾക്ക് എന്താണെങ്കിൽ മറ്റുള്ള കൂടെയുള്ള ആൾക്കാരെ തോപ്പിക്കണം എന്നുള്ള വിചാരം, അതും തെറ്റാണ്. പിന്നെ പിയർ ഗ്രൂപ്പിന്റെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം, അങ്ങനെയൊന്നും വേണ്ടാലോ. ഒരാൾ എന്താണെങ്കിൽ ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടത് എനിക്ക് എന്റെ മാക്സിമം വർക്ക് ചെയ്യാം, എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെക്കാളും എനിക്ക് ഈ പ്രാവശ്യം മാർക്ക് വാങ്ങണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ വേറൊരാളെതിരെ കോമ്പറ്റീഷന്, ചില കുട്ടിക്ക് ഞാൻ തോറ്റുപോകുമെന്നുള്ള പേടി, ഇതൊക്കെയാണ് കുട്ടികളെ സ്ട്രെസ് ഫാക്ടറിന്റെ പ്രധാന കാരണങ്ങൾ. പിന്നെ ചില കുട്ടികൾ എന്താണ് അത്രയൊന്നും പറ്റുണ്ടാവില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, ഭയങ്കര ടാർഗറ്റും വെക്കും സ്വന്തം തന്നെ.
അതും ശരിയല്ല. നമുക്ക് നമ്മളെ ലെവലിനനുസരിച്ചുള്ള ടാർഗറ്റേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങും. പിന്നെ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഹൗ ക്യാൻ ബി കോപ്പ് അപ്പ് വിത്ത് ദീസ് സ്ട്രെസ്, ഈ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിന് കുറച്ച് ടെക്നിക്സ് ഉപയോഗിച്ചാൽ നമുക്ക് അത് പറ്റും. എന്തൊക്കെയാണെങ്കിലും കുട്ടികൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് ഇടുന്നത് ഒഴിവാക്കാം, അവോയ്ഡ് ഐസൊലേഷൻ. പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഒക്കെ വിഷമമുള്ള സബ്ജക്റ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു സഹായത്തിന് ഒരാളെ നമുക്ക് ഒരു ട്യൂഷൻ ടീച്ചറൊക്കെ ഏൽപ്പിച്ചിട്ട് അവർ ആ സബ്ജക്റ്റ് ഒന്ന് ഈസി ആക്കാൻ സഹായിക്കാം. പിന്നെ അവരെ ആരോഗ്യം ശരിയാണോ എന്നുള്ളത് അതിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ കമ്പാരിസൺ, അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി, നിനക്കും അത്ര കിട്ടണം എന്നൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അതായത് വീട്ടിൽ തന്നെ മറ്റുള്ള കുട്ടികൾ നല്ലോണം പഠിക്കുന്നുണ്ടാവും, അതുപോലെ എന്താ നിനക്ക് പറ്റാത്തത്, അങ്ങനെ ചോദിച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം, നിയന്ത്രിക്കണം. അതൊന്ന് തീരെ കൊടുക്കാതിരിക്കരുത്, പക്ഷേങ്കിൽ നിയന്ത്രണം ആവശ്യമാണ്. പിന്നെ ബ്രേക്ക് എടുക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കണം. അത് പാരന്റ്സിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാരന്റ്സ് ഒരിക്കലും ബ്രേക്കിന്റെ കാര്യത്തിൽ അതെന്താണ് എനിക്കറിയില്ല, പഠിച്ച ആൾക്കാർ വരെ എനിക്കറിയുന്ന എത്രയോ പാരന്റ്സ് ഉണ്ട്. അയ്യോ മിസ്സേ ബുക്ക് എപ്പെങ്കിലും ഇടയ്ക്കിടെ ഒന്ന് പഠിച്ചാൽ അപ്പം ബ്രേക്ക്, ഒന്ന് പഠിച്ചാൽ അപ്പം ശരിക്കും അതാ വേണ്ടത്. ഒന്ന് പഠിച്ചാല് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുക. അത് എനിക്കറിയില്ല, പാരന്റ്സിന്റെ മനസ്സിലേക്ക് അത് എത്തിച്ചേ മതിയാവും. പിന്നെ ഇതിനൊന്നുമല്ല, ഇതൊന്നും ചെയ്തിട്ടോ കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, അത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഫിസിക്കലി ഇമോഷണലി നമ്മളെ ടീനേജറെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം, അതിന് ഏറ്റവും വേണ്ടത് നമ്മൾ അവിടെ തന്നെ ഫിസിക്കലി അവരടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ല കാര്യം, ഏറ്റവും വേണ്ടത്. പക്ഷെ ഫിസിക്കലി ഉണ്ടായിട്ടും എനിക്കറിയാം, ഒരു കുട്ടി, എൻ്റെ ഒരു ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ, അവന് സ്കൂളിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവൻ ഒന്നും മിണ്ടുന്നില്ല, വീട്ടിലെത്തിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. അവൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ അച്ഛൻ ഓഫീസിൽ നിന്ന് വരാൻ കാത്തിരിക്കുക. അച്ഛൻ ഗൾഫിലാണ്, അമ്മ അടുത്തുണ്ട്, പക്ഷെ അമ്മയോട് പറയുന്നില്ല. അച്ഛന്റെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇപ്പൊ നമ്മൾ അടുത്തുണ്ടായിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ആ ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ കുട്ടികൾ നമ്മളോട് മനസ്സ് തുറക്കും. അത് പാരന്റ്സ് ഓർമ്മിക്കണം. ചിലരെന്താ ഈ അടുത്ത് തന്നെ ഉണ്ടാവും ബുദ്ധിമുട്ടിച്ചാല്, അതൊന്നും കാര്യമില്ല. നമ്മൾ അടുത്തുണ്ടായാലും അവരെ ഫീലിംഗ്, നമ്മളെ ഫീലിംഗ് ആയത് എമ്പതിയോടുകൂടി അവരോട് പെരുമാറി അവരെ വിഷമങ്ങൾ നമ്മളെ ഷെയർ ചെയ്യുന്ന മാതിരി അവർക്ക് തോന്നണം, എന്നാലാണ് അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഓരോ കുട്ടിയും യുണീക്കാണ്. ഒരിക്കലും നമ്മളിൽ നിന്ന് വന്നാണെന്ന് വിചാരിച്ച് നമ്മളെ പോലെ അല്ല കുട്ടി. ഓരോ കുട്ടികളും യുണീക്കാണ്. ആ ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. പിന്നെ കഴിയുന്നതും പാരന്റ്സ് എന്ത് ചെയ്യണം, മറ്റ് പല ഡിസ്ട്രാക്ഷനിൽ നിന്നും കുട്ടീനെ മാറ്റി നിർത്തണം. ആ കാര്യം ശ്രദ്ധിക്കണം. അതായത് വീട്ടിൽ ലഹളയൊക്കെ ഉണ്ടാക്കിയാൽ, അച്ഛനമ്മ ലഹള ഉണ്ടാക്കിയാൽ അതും എന്ത് ചെയ്യും, നമ്മൾ അടുത്തുണ്ടായിരുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ലഹള ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. പിന്നെ എങ്ങനെയൊക്കെയാ നമ്മളെ കുട്ടികളെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ പറ്റുക, അതായത് അവരുടെ സന്തോഷവും ആരോഗ്യവും ഒക്കെ നിലനിർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്. ബാലൻസ് ഫുഡ് കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക, അവർക്ക് ശരിക്ക് നല്ല എനർജി ലെവൽ കൂടും, അവരെ ബ്രെയിൻ ശരിക്ക് കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ വേറെന്തൊക്കെയാണ്, പിന്നെ ഗ്രേഡ് ആബ്സെൻസ് കുറയ്ക്കാൻ പറ്റും, അവരെ ഗ്രേഡ് കൂട്ടാൻ പറ്റും, പിന്നെ മെമ്മറി പവർ കൂട്ടാൻ പറ്റും. പല നല്ല ഭക്ഷണങ്ങളും കഴിച്ചാൽ നമ്മളെ മെമ്മറി പവർ ഒക്കെ കൂടും. ഈ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, കുട്ടികളെ പാരന്റ്സ് ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ. അതായത് വെള്ളം ശരീരത്തിന് ദാഹം മാറ്റാൻ മാത്രമല്ല, നമ്മളെ വളരെ കോൺസെൻട്രേഷനും നമ്മളെ ആൻസൈറ്റി കുറയ്ക്കാനും ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വെള്ളത്തിന് വലിയൊരു പങ്കുണ്ട്. പിന്നെ ചില കുട്ടികൾ പരീക്ഷയാണെന്ന് വിചാരിച്ച് കുറെ കോഫി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതൊരിക്കലും പാടില്ല. അപ്പൊ ഡീഹൈഡ്രേഷൻ കൂടുകയാണ് ചെയ്യുക.
ഒന്നോ രണ്ടോ കോഫിയൊക്കെ കുടിക്കാന്നല്ലാണ്ട് രാവിലെ വൈകുന്നേരം ഒരു ചായ കുടിക്കാന്നല്ലാണ്ട് ഫുൾ ടൈം ചായ കുടിച്ചാൽ ഉന്മേഷം ഉണ്ടാവുന്നൊക്കെ പറയുന്നത് മണ്ടത്തരാണ്. നമ്മളെ ശരീരത്തിന് ദോഷമാണ്, ഡീഹൈഡ്രേഷൻ കൂടുതൽ ചെയ്യാം. പിന്നെ നമുക്ക് ഉറക്കം, അതിനെപ്പറ്റി നല്ലൊരു ബോധം പാരന്റ്സിന് ഉണ്ടായിരിക്കണം. കുട്ടികൾ ശരിക്കും 6 മണി, ശരിക്കും 7 മണിക്കൂർ എന്ന് പറയാം, ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും കുട്ടികൾ ഉറങ്ങണം എന്നുള്ള നിർബന്ധമാണ്. ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മളെ മെമ്മറീനെ ബാധിക്കും, കോൺസെൻട്രേഷനെ ബാധിക്കും, നമ്മൾ ശരീരം വീക്കാവും. പല പരീക്ഷണങ്ങളും റിസർച്ചുകളിലും കണ്ടെത്തിയത് എന്താണ്, കുട്ടികൾ ഉറങ്ങാത്ത കുട്ടികളെ അവരെ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ വളരെ പിന്നോട്ട് പോയെന്നും അവരെ മെമ്മറി പവറിനൊക്കെ അത് ബാധിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം രക്ഷിതാക്കൾ കുട്ടികൾ ശരിക്കും ഉറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമ്മളെ ഓരോ കുട്ടിയും മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമാണെന്നും അവർ യുണീക്ക് ആണെന്നും പിന്നെ നമ്മളെ കുട്ടികളെ കാര്യങ്ങൾ നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം വേറൊരാളെക്കാളും. അപ്പൊ നമ്മളെ ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ആ ക്വാളിറ്റി ടൈമിൽ നമ്മൾ സാധാരണ എന്താ ആൾക്കാരുടെ വിചാരം, ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ കുറെ ഉപദേശങ്ങളും കുറെ ക്രിറ്റിസിസങ്ങളൊക്കെ ക്രിറ്റിസൈസും ചെയ്താല് കുട്ടികൾ അങ്ങ് ഉഷാറായി ഇടുക. അങ്ങനെയല്ല. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹ സംഭാഷണമാണ് നടത്തേണ്ടത്. അവരുടെ ഫ്രണ്ട്സുമാരുടെ കാര്യങ്ങളും അവരുടെ ക്ഷേമങ്ങളും അവരെ ഇൻട്രസ്റ്റ്, അവർക്ക് ഏത് കളിയിലാണ് ഇൻട്രസ്റ്റ് അതിനെപ്പറ്റി സംസാരിക്കുക, അവർ പാട്ടുകാരാണ് പാട്ടിനെ പറ്റി സംസാരിക്കുക, ഡാൻസുകാരാണ് ഡാൻസ്, അങ്ങനെ അവർക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുകയാണെങ്കിൽ അതാണ് ക്വാളിറ്റി ടൈം. അത് പാരന്റ്സ് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ശരിക്കും നമ്മൾ ആ ഫിസിക്കൽ പ്രസൻസ് അത് ശരിക്കും ഒരു മാജിക്കൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനുള്ള മാർഗം. ഇതൊക്കെ സെയിം ആണ്, എന്നാലും ഞാൻ പോയിന്റ് ആയിട്ട് പറയാണ്. ഏറ്റവും വേണ്ടത് ടൈം ടേബിൾ ഉണ്ടാക്കണം. തുടക്കം, അതായത് അക്കാഡമിക് ഇയർ തുടക്കം തന്നെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് ശരിക്കും ഫോളോ ചെയ്യാൻ പഠിക്കണം. എന്നാൽ നമ്മൾ അവസാനത്തേക്ക് കൂട്ടി വെക്കുന്ന പരിപാടി നിർത്താൻ പറ്റും. പിന്നെ ഓരോ കുട്ടികളും അന്നൊന്ന് എടുക്കുന്ന വിഷയങ്ങൾ അന്നൊന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും നമ്മളിങ്ങനെ പിന്നീട് വെക്കുമ്പോൾ കൂട്ടി വെച്ചിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ ഓരോ പഠിക്കാനുള്ള സമയം എത്ര, അതായത് ഒരു 5 പേജ് പഠിക്കാൻ ഒരു ആവറേജ് ടൈം എത്രയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാൻ അത് വളരെ സഹായകരമായിരിക്കും. പിന്നെ ഓരോ പ്രൊജക്റ്റും അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് എന്തെങ്കിലും ടഫുള്ള സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ടീച്ചർ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു പോകും. അത് വളരെ നല്ല ഇഫക്റ്റീവ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ക്ലാസ്സിൽ എടുക്കുന്നതിന് മുമ്പിട്ട് വെറുതെ ഒന്ന് വായിച്ചു പോയാൽ നമുക്ക് ക്ലാസ്സിൽ നല്ല വേഗം മനസ്സിലാവുകയും ചെയ്യും, നല്ല ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കിട്ടുകയും ചെയ്യും. അതൊരു നല്ല മെത്തേഡാണ്. പിന്നെ റീഡിങ് എങ്ങനെയാണ് ഒരാൾ, അതായത് മൊഡാലിറ്റിക്ക് അനുസരിച്ചുള്ള റീഡിങ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പഠനം കുറച്ചുകൂടി എളുപ്പവുമായിരിക്കും, രസകരവും. പിന്നെ എന്ന് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 50 മിനിറ്റ്സ് റിവിഷന് വേണ്ടി ചെലവഴിക്കണം. ഈ റിവിഷൻ ആണ് നമ്മളെ ഓർമ്മശക്തി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്നത്. അപ്പൊ റിവിഷന് വേണ്ടി ദിവസേന എന്താണോ തലേന്ന് പഠിച്ച ഒന്ന് ഓടിച്ചു പോയിട്ട്, അതായത് ഈ ഫാസ്റ്റ് റിവിഷൻ ടെക്നിക്സ്, അതായത് അണ്ടർലൈൻ ചെയ്ത പോയിന്റ്സിലൂടെ അല്ലെ ഷോർട്ട് നോട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോയിട്ട് പുതിയത് പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ ബ്രെയിൻ അവർ കണ്ടെത്തണം. അതായത് ഓരോരുത്തർക്കും ഈ പാരന്റ്സ് എങ്ങനെയാണെങ്കിൽ അവർക്ക് ബ്രെയിൻ അവർ ചിലപ്പോൾ രാവിലെ ആയിരിക്കും. അപ്പൊ കുട്ടികളോട് നിങ്ങളും രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്താണ്, രാവിലെ തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രെയിൻ അവർ എന്ന് പറയും. അതായത് ഓരോരുത്തർക്കും ബ്രെയിന് വർക്ക് ചെയ്യുന്നത് വിവിധ സമയങ്ങളിലായിരിക്കും. ചിലർക്ക് രാവിലെ ആയിരിക്കും, ചിലർക്ക് രാത്രി പാതിരൊക്കെ ആയിരിക്കും. അപ്പൊ ലെറ്റ് ദം ഡിസൈഡ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കും. നമ്മളത് മാറ്റി പറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അല്ലാണ്ടായിപ്പോ കുട്ടികൾ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്.
പിന്നെ ഏറ്റവും പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ടീച്ചിങ് മെത്തേഡാണ്. അതായത് നമ്മൾ ശരിക്കും പഠിപ്പിക്കാനാണ് ഏറ്റവും നല്ലോണം പഠിക്കുക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആണ് നമ്മളൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലത് പതിയും. അതുകൊണ്ട് കുട്ടികൾ, ഞാൻ അറിയുന്ന ചില കുട്ടികളൊക്കെ ഉണ്ട്, ഡോളിനൊക്കെ വെച്ച്, ചെറിയ കുട്ടികളായിരിക്കുന്നവരെ ഡോളിനെ വെച്ച് ക്ലാസ് എടുക്കുക. ഈ ടീച്ചിങ് മെത്തേഡ് ശരിക്കും വളരെ ഇഫക്റ്റീവ് മെത്തേഡാണ്. അത് കുട്ടിക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഒരിക്കലും കുട്ടികൾ ഈ ഉറങ്ങിപ്പോകുന്നതിന്റെ ഒരു കാരണം അതാണ്, എല്ലാ ടഫും കൂടി ഒരുമിച്ച് പഠിക്കും. ടഫായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചാൽ എന്താവും, ബ്രെയിൻ പണി തരും. അപ്പൊ നമ്മൾ ഉറങ്ങി വീണു പോകും. അതൊന്നും താങ്ങാൻ പറ്റൂല. അതിനെന്ത് ചെയ്യണം, ഒരു ടഫായ സബ്ജക്റ്റ് പഠിച്ച് ആദ്യം 30 മിനിറ്റ്സിലെ തുടങ്ങാവും, അത് 40 ആക്കുക. പിന്നെ 50 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് പിന്നെ ഈസി സബ്ജക്റ്റ് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ബേൺ ഔട്ട് ആവാണ്ട് നമുക്ക് മുന്നോട്ട് പഠിച്ചു നീങ്ങാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും എല്ലാ ടഫും കൂടി ഒരുമിച്ച് പഠിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് എപ്പോഴും ടഫായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം, പിന്നെ ബ്രേക്ക് എടുത്തതിന് ശേഷം ഈസി തുടങ്ങുക. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഏറ്റവും വേറെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അതായത് പല കുട്ടികളും ഈ ലൈനൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പഠിക്കേണ്ട സമയത്ത് ഫുൾ ടൈം ഫോണൊക്കെ ചെയ്ത് സമയം പോക്കിയാല്, എനിക്കറിയാം എത്രയോ കുട്ടികൾ അങ്ങനെ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ 90% 10th വാങ്ങി വന്ന കുട്ടികൾ ഇങ്ങനെ ലൈനിലൊക്കെ കുടുങ്ങിയിട്ട് 40% ആയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് പഠനത്തില്, അതായത് ഏറ്റവും ശ്രദ്ധിക്കണം ഈ സമയത്ത്, ഈ ടീനേജ് സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വിഷമിച്ച് ജീവിക്കേണ്ടി വരും. അതാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ലൈനൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനൊക്കെ ഒരു സമയം വെച്ചിട്ട് ഫുൾ ടൈം അതിലേക്ക് ആവരുതെന്നാ പറയുന്നത്. പിന്നെ ബോഡി എപ്പോഴും ഒരു ബയോളജിക്കൽ ക്ലോക്ക് മാതിരിയാണ്. അതായത് ഈ ദിവസം നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ 10 മണിക്ക് കിടക്കുക. ഒരു ദിവസം 10 മണിക്ക് രാവിലെ എഴുന്നേൽക്കുക, പിറ്റേ ദിവസം 4 മണിക്ക് എണീക്കുക. ഇതൊക്കെ ചെയ്യുന്നേരം ബ്രെയിൻ നമുക്ക് പണി തരും. അത് ശരിയല്ല, അത് ബോഡിക്ക് തകരാറാണ്. എപ്പോഴും കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുകയും ഒരേ സമയത്ത് കിടക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. യൂഷ്വൽ ടൈമിൽ എന്തെങ്കിലും അബ്നോർമൽ കേസിലൊക്കെ സംഭവിക്കാം, അല്ലാണ്ട് ദിവസേന അങ്ങനെ മാറാൻ പാടില്ല. അത് നമ്മളെ ഉറപ്പിനെയൊക്കെ ബാധിക്കും. പിന്നെ വെള്ളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു 20 കിലോ ഉള്ള വ്യക്തി 1 ലിറ്റർ വെള്ളം കഴിക്കണം. ആ രീതിയിൽ നമ്മളെ ശരീരത്തിൽ വെള്ളം എത്തണം. ഇത് ശരിക്കും കുട്ടികൾ പലരും അതിനെപ്പറ്റി ബോധവാന്മാരല്ല, പാരന്റ്സും ബോധവാന്മാരല്ല. വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ പലതും ഉണ്ടാവും. പിന്നെ 1 മണിക്കൂറെങ്കിലും എക്സസൈസ്. അധികം പാരന്റ്സും എക്സസൈസിനെ പറ്റി യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പഠനത്തെക്കാളും ഞാൻ പറയുന്നത് എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. അത് 1 മണിക്കൂറെങ്കിലും ചെയ്യണം. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ആൺകുട്ടികൾ പിന്നെ എങ്ങനെയും കളിക്കുക വെച്ച്, പെൺകുട്ടികൾ തീരെ കളിക്കില്ല. വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല. നീ പടി എന്ന് പറഞ്ഞ് പഠനവും ഇല്ല, ഒരു പണിയും ചെയ്യാണ്ട് കുട്ടികൾ ഒന്നുമല്ല ഉണ്ടാവുന്നുണ്ട്. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചെറുപ്പത്തിലെ ആ കുട്ടിക്ക് പറ്റാവുന്ന പണികൾ കൊടുത്ത് അവരെ ശീലിപ്പിക്കണം. അല്ലെങ്കിൽ കല്യാണം കഴിച്ച വീട്ടില് എന്തെങ്കിലും പണി ചെയ്യാം ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരൊക്കെ ശത്രുക്കളായി മാറും കുട്ടികളെ. പിന്നെ കുട്ടികൾ ചെയ്യേണ്ടതാണെങ്കിൽ ദിവസേന ഇത് ചെയ്യണം. അതായത് മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. അത് മനസ്സിനെ കാമൻ കൂളാക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെയും ആ സമയത്ത് വിഷ്വലൈസേഷനും ഒക്കെ ചെയ്താൽ അത് കുട്ടികളെ ഒന്നുകൂടി സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ സഹായിക്കും. രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങാൻ നേരം ആ സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് സ്വയം വർക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടും. പിന്നെ എക്സാം എപ്പോഴും മോക്ക് എക്സാം ചെയ്ത് ശീലിക്കണം. അത് കുട്ടികൾ പ്രത്യേകിച്ച് ഈ സ്റ്റഡി ലീവിനൊക്കെ ഫുൾ എന്താ ചെയ്യാ, വായിക്കുക മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് എഴുതേണ്ട സ്പീഡേ പോകും. പിന്നെ എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള മോക്ക് എക്സാം എഴുതി പ്രാക്ടീസ് തന്നെ ചെയ്യണം. പിന്നെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല നീറ്റിൽ എഴുതണം.
അണ്ടർലൈൻ ചെയ്യണം, അട്രാക്റ്റീവ് ആക്കി മാറ്റണം. എന്നാലാണ് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുക. പിന്നെ നമുക്കറിയാം ചില കുട്ടികൾ ചെയ്യാൻ എന്താണ്, അറിയുന്ന ആൻസേഴ്സ് 1 മാർക്കിന്റെ ആൻസർ ആണെങ്കിലും എസ്സേ ആയിട്ട് എഴുതും. അതെനിക്ക് നല്ലോണം അറിയാവുന്ന അങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്താൽ നമുക്ക് മാർക്ക് മുഴുവൻ പോവും. 1 മാർക്കിന് അത്ര എഴുതിയാൽ മതി. മാർക്കിനനുസരിച്ച് കുട്ടികൾ എഴുത്തും ലിമിറ്റ് ചെയ്യണം. പിന്നെ ഡയഗ്രാം ചാർട്ടൊക്കെ ഉപയോഗിച്ച് അതൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ആൻസർ പേപ്പർ നല്ല അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടവിടെ എഴുതുമ്പോൾ പല അബദ്ധങ്ങളും പറ്റും. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒക്കെ നമ്മൾ എഴുതുന്നുണ്ടാവാം. പിന്നെ ഒരു മെത്തേഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ABC മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്ത്, അതായത് ഏറ്റവും അറിയുന്ന ആൻസേഴ്സ് ആദ്യം എഴുതുക, പിന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ളത് ബിയിൽ പെടുത്തുക, അവസാനം തീരെ അറിയാത്തതൊക്കെ സിയിലും പെടുത്തുക. പിന്നെ എല്ലാ ആൻസേഴ്സും കഴിയുന്നതും അറ്റംപ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തണം. പിന്നെ അടുത്ത എന്റെ ടോപ്പിക് ഇതാണ്, പഠനാവധി കാലം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം. പറഞ്ഞ തന്നെയാണ്, ഒരു റിപ്പീറ്റേഷൻ മാത്രമാണ്, എന്നാൽ ഞാൻ ഒന്ന് പറയാം, എന്തെങ്കിലും കൂടുതൽ പോയിന്റ് ഉണ്ടാവാം. അതായത് റിവിഷൻ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റ്, പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സമയത്ത് തന്നെ പഠിച്ചു തീർക്കാനുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബുക്സും നോട്ട്സും എസ്സേസും ഒക്കെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. റിവിഷൻ ടൈമിൽ നമ്മൾ ഫുള്ള് വായിക്കാൻ നിൽക്കാതെ അതിന്റെയൊക്കെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിലൂടെയാണ് നമ്മൾ കാർഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മൾ റിവിഷൻ കാർഡ്സ്, അതൊക്കെ അതിലൂടെയാണ് നമ്മൾ റിവിഷൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒന്നായിട്ട് വായിച്ചു പോകാൻ നമുക്ക് സമയം കിട്ടൂല. പരീക്ഷേന്റെ ആ സ്റ്റഡി ലീവ് ആവുന്നേരം എല്ലാം കൂടി അപ്പ പഠിക്കാന്ന് വിചാരിക്കുന്നത്. ഇതിങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി, നോട്ട്സും ഷോർട്ട് നോട്ട്സും ഒക്കെ ഉണ്ടാക്കി അതിലൂടെ മാത്രം കണ്ണോടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ റിവിഷൻ പലരും പല ടൈപ്പിൽ ചെയ്യും. അതായത് ചിലർക്ക് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദം ഡു ലൈക്ക് ദാറ്റ്. ചിലർക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ ഡിസ്കസ് ചെയ്ത് പഠിക്കണം, അങ്ങനത്തെ കുട്ടികൾ അതിനനുവദിക്കുക. ചില പാരന്റ്സ് അതിനൊന്നും അനുവദിക്കില്ല, അവര് വിചാരിച്ച രീതിയിലൂടെ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നിർബന്ധം പിടിക്കാൻ പാടില്ല. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം, അവര് തെറ്റാ വഴിയിൽ പോകാണ്ടൊക്കെ ശ്രദ്ധിക്കണം. അതേ സമയത്ത് കുറെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അനുവദിക്കണം. അതായത് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ പഠിക്കട്ടെ, എന്നാലായിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ചില കുട്ടിക്ക് രാത്രി ഇരുന്ന് വായിക്കലായിരിക്കും, ചില കുട്ടിക്ക് രാവിലെ ആയിരിക്കും. അതൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം. പിന്നെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പാണ്, വീട്ടിൽ നിന്ന് എക്സാം എഴുതി എന്തായാലും ദിവസേന സ്റ്റഡി ലീവിന് എഴുതണം, എന്നാലാണ് സ്പീഡ് കിട്ടും. പിന്നെ പഠിക്കാൻ എപ്പോഴും നല്ലൊരു എന്താ സൈലന്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം, നല്ല ചെയർ ആയിരിക്കണം, നല്ല വെന്റിലേഷൻ ഉണ്ടാവണം, ടിവിയുടെ ഒച്ചയിൽ നിന്നൊക്കെ ദൂരെ ആയിരിക്കണം. പിന്നെ ഈ ഓരോ സബ്ജക്റ്റും നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തണം, അത് കറക്റ്റ്. അതായത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം. പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ രാവിലത്തെ പഠനം തുടങ്ങേണ്ടത് അങ്ങനെയാണ്, എന്നിട്ടാണ് പിന്നെ ഈസി. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, എന്നാൽ നമ്മളെ ബ്രെയിനിൽ ക്ഷീണം പിടിക്കില്ല. എത്ര റിവിഷൻ ഒരു പ്രാവശ്യമൊന്നും പോരാ. പല കുട്ടികളും പറയും ഞങ്ങളെല്ലാം റിവിഷൻ ചെയ്ത പക്ഷെ എല്ലാം മറന്നു കഴിഞ്ഞു. അതിന്റെ കാരണം റിവിഷൻ പോരാത്തത് കൊണ്ടാണ്. റിവിഷൻ ആസ് മെനി ടൈംസ് ആസ് പോസിബിൾ എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം ചെയ്യുന്നു അത്രയും നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവും. അപ്പൊ റിവിഷന് കൂടുതൽ സമയം റിവിഷൻ ചെയ്യാൻ നമ്മൾ ചെലവഴിക്കണം. എല്ലാ സബ്ജക്റ്റിനും ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം, അത് നിർബന്ധമാണ്. ഷോർട്ട് നോട്ടിലൂടെ നമ്മൾ കടന്നു പോകേണ്ട. പിന്നെ ഫാസ്റ്റ് റിവിഷൻ ടെക്നിക്, അതായത് വലിയ എസ്സേ ഒക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അണ്ടർലൈൻ പോയിന്റിലൂടെ സ്കാൻ ചെയ്തിട്ട് റിവിഷൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് വേഗം ഓർമ്മിക്കാൻ പറ്റും. പിന്നെ ഈ സ്റ്റഡി ലീവിന് നമ്മൾ ഒരു ½ എങ്കിലും എക്സസൈസ് ചെയ്യണം. നമ്മളെ ബോഡിക്ക് എക്സസൈസ് ആവശ്യമാണ്. നമുക്ക് എനർജറ്റിക് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ബോഡിയും കൂടി ഫിറ്റ് ആയിരിക്കണ്ടേ, എന്നാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാം. അതുകൊണ്ട് എനർജി ലെവൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് എക്സസൈസ് അത്യാവശ്യമാണ്. പിന്നെ ബ്രെയിൻ അവർ അനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ചിലർക്ക് രാവിലെ പഠിക്കേണ്ട രാവിലെ പഠിക്കട്ടെ, രാത്രി പഠിക്കേണ്ടത് രാത്രി പഠിക്കട്ടെ.
പിന്നെ വേറൊരു കാര്യം കാണുന്ന ഫൈറ്റ് മോഡും ഫ്ലൈറ്റ് മോഡും. അതായത് ഈ ചില കുട്ടികൾ ഈ എക്സാം സ്റ്റഡി ലീവിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫുൾ മൊബൈൽ അങ്ങ് ഒഴിവാക്കും. അപ്പൊ എന്താവും, അവർക്ക് ഭയങ്കര ടെൻഷനായി. കാരണം പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം അപ്പാടങ്ങ് മാറ്റി വെക്കുന്നത് ശരിയല്ല. നമ്മൾ സ്ലോലി മാറ്റി വെക്കാനേ പാടുള്ളൂ. അപ്പൊ അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. വേറെ ആൾക്കാർ എന്താണ്, ഫ്ലൈറ്റ് മോഡിലെ ആൾക്കാർ എന്ത് ചെയ്യും, ഓവർ ടെൻഷനായിട്ട് കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിക്കും. ഇത് രണ്ടും പാടില്ല. പിന്നെ ഒരു പുതിയ എക്സ്പെരിമെന്റിന് പോകാൻ പാടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മോൻ 10th പഠിക്കുമ്പോ ആരോ അവനോട് പറഞ്ഞു കൊടുത്ത്, അവൻ വെളിച്ചെണ്ണ തേക്കിയില്ല, എണ്ണ തേക്കിയില്ല തലയിൽ. പിന്നെ നല്ലോണം വെളിച്ചെണ്ണ തേച്ചാൽ ഭയങ്കര നല്ലതാണ്. ഇവൻ കുറെ വെളിച്ചെണ്ണ വാരി തേച്ച് ഭയങ്കര ജലദോഷം വന്ന് ഒരാഴ്ച അവൻ്റെ പോയി. അത് ഭയങ്കര ശ്രദ്ധിക്കണം. ഒരാള് പറഞ്ഞാലും നമ്മളെ യൂഷ്വൽ ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്യാവും. ഒരു പുതിയ പരീക്ഷ, പുതിയ ഭക്ഷണം, പുതിയ ഒന്നും നമ്മൾ പരീക്ഷയോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല. പിന്നെ പരീക്ഷയുടെ തലേ ദിവസം ഓർക്കേണ്ട കാര്യങ്ങൾ അതൊന്ന് എന്തൊക്കെയാണെങ്കിൽ അത് ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ദിവസമായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു അടിപിടിക്കും ഒന്നിനും പോകാൻ പാടില്ല. വീട്ടിലെ ആൾക്കാർ ശ്രദ്ധിക്കണം, അവരോട് അടിപിടിക്കും ഒച്ചയിടാനൊന്നും പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യവും തലേന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ച് എനിക്ക് അപ്പാട് 100 വാങ്ങാന്ന് ആരും വിചാരിക്കണ്ട. ഒരിക്കലും തലേന്ന് പുതിയതായിട്ട് ഒരു കാര്യവും പഠിക്കാൻ നിൽക്കണ്ട, പഠിച്ചത് മതി. പിന്നെ തലേന്ന് രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യവും പിറ്റേന്നത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം. എല്ലാം ബാഗിൽ വെക്കണം. ഇൻസ്ട്രുമെന്റ് ബോക്സോ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ഹാൾ ടിക്കറ്റ് എല്ലാ കാര്യങ്ങളും ബാഗിലാക്കിയിട്ട് വെക്കുക. പിന്നെ നോർമൽ ഫുഡ്, സാധാരണ കഴിക്കുന്ന ഫുഡേ കഴിക്കാൻ പാടുള്ളൂ. അന്നൊരു സ്പെഷ്യൽ ഫുഡ് ബുദ്ധിയും കൂടത്തെ ചെയ്യേണ്ട, സാധാരണ ഭക്ഷണം കഴിക്കാം. അതന്നെ തലേന്ന് രാത്രി അങ്ങനെ 6 മണിക്കൂറെങ്കിലും എന്തായാലും ഉറങ്ങണം, നിർബന്ധമാണ്. ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് എക്സാം ശരിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ നേരത്തെങ്കിലും എക്സാം ഹാളിലേക്ക് എത്തുന്നത് നല്ലതാണ്. എത്തിക്കഴിഞ്ഞാൽ ഒരാളോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. എല്ലാവരോടും ഒന്ന് ഹായ് ബായ് പറഞ്ഞിട്ട് സീറ്റിൽ പോയി ഇരിക്കുക. അവിടെ ഇരുന്ന് നല്ലൊരു 5 ബ്രത്ത് എടുത്ത് ഇരിക്കുക. ആരോടും മിണ്ടാത്താണ് നല്ലത്. കാരണം എന്താണ്, ഈ നെഗറ്റീവ് ആയിട്ടുള്ള കുട്ടികളും ഭയങ്കര ആൻസൈറ്റി ഉള്ള കുട്ടികളോട് സംസാരിച്ചാല് നമ്മളെ ഇല്ലാത്ത ആൻസൈറ്റി കൂടി വരും, നമ്മളെ കോൺഫിഡൻസ് പോവും. അത് പഠിച്ചില്ലേ ഇത് പഠിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊന്നും നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ ആൻസൈറ്റി കൂടുതലുള്ള കുട്ടികളോട് സംസാരിച്ച് നമ്മളെ ആൻസൈറ്റി ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 2 പ്രാവശ്യമെങ്കിലും വായിച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾ പരീക്ഷ എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തെറ്റും. പിന്നെ അത് തന്നെ ആദ്യം വായിച്ച് ABC അപ്രോച്ച് വളരെ നല്ലതാണ്. AB എന്ന് പറഞ്ഞ C എന്ന് പറഞ്ഞ അടയാളപ്പെടുത്ത ഏറ്റവും അറിയുന്നത് A, കുറച്ച് ടഫ് ഉള്ളത് B, തീരെ അറിയാത്ത C. എന്നിട്ട് A മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം B എഴുതുക. C അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഫക്റ്റും കൂടി ഉണ്ടാക്കും. അതായത് എക്സാമിനർക്ക് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. അങ്ങനെ എഴുതുന്ന എല്ലാ ആൻസേഴ്സ് ഒക്കെ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഇവൻ മിടുക്കനാണല്ലേ ഇവള് മിടുക്കിയാണെന്നുള്ള തോന്നലുണ്ടായ പിന്നെ മാർക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കൂടുതൽ കിട്ടും എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ പരീക്ഷ ഹാളിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യും, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അത് ഏറ്റവും മണ്ടത്തരാണ്. ഒരിക്കലും അന്നേരം നമ്മൾ കർമ്മം ചെയ്യുക മാത്രമാണ് നമ്മളെ കടമ. ആ സമയത്ത് നമ്മൾ മാർക്കിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. പിന്നെ ചില കുട്ടികൾ എക്സാം ഹാളിൽ നിന്ന് ഒരു അരമണിക്കൂർ മുമ്പേക്ക് അങ്ങ് എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് അയ്യോ അവരൊക്കെ കൂളായിട്ട് എഴുന്നേറ്റ് പോകുന്നു, ഞാൻ എഴുതിയില്ല, അങ്ങനൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ മാക്സിമം ഞാൻ പറയുന്നത് നമുക്ക് 3 മണിക്കൂർ തന്നിട്ട് ആ 3 മണിക്കൂർ നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. എന്താ കാരണം വെച്ചാൽ നമുക്ക് അത് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ടോ നോക്കാം, ഒന്നുകൂടി നമുക്ക് എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ ആഡ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ചില കുട്ടികൾ ചെയ്യുന്നതാണ്, ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് കുറേ സമയം ചെലവഴിക്കുക. അത് മണ്ടത്തരാണ്. നമുക്ക് സമയം തികയൂല. നമ്മൾ പെട്ടെന്ന് കുറച്ച് സ്പേസ് അവിടെ വെച്ചിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് നീങ്ങുക. പിന്നെ ഓർമ്മ വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ക്രോസ് ചെക്ക് ചെയ്ത് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. പല കുട്ടികൾ നമ്പർ എഴുതാത്തതുകൊണ്ട് മാർക്ക് പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇനി എക്സാം കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒരു ഡിസ്കഷൻ നിൽക്കാൻ പാടില്ല. നേരെ വീട്ടിലേക്ക് പോവുക. പാരന്റ്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട. പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട്
നിങ്ങൾ എത്ര വേണേ ഡിസ്കസ് ചെയ്തോ, ഇല്ലെങ്കിൽ അടുത്ത പരീക്ഷനെ ബാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എക്സാമിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ മാക്സിമം എവിടെ നിന്നൊക്കെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു. എന്റെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു. പ്രധാനമായിട്ടും പരീക്ഷാ സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട പടികൾ, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റുട്ടീനുകൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അതുപോലെ തലേ ദിവസം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പഠിക്കേണ്ടതിന്റെ ആവശ്യം, അതുപോലെ സമയം, പഠിക്കുന്ന സമയം രാവിലെയാണോ വൈകുന്നേരമാണോ, ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണലൈസേഷൻ അതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് വരുത്താതെ വളരെ ശ്രദ്ധയോടെ സാധാരണ ഉപയോഗിക്കുന്ന റുട്ടീൻ അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ മാനസികമായ സംഘർഷവും ശാരീരികമായ ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒത്തിരി നിർദ്ദേശങ്ങളാണ് നാം നൽകിയത്. കഴിഞ്ഞ തുടർച്ചയായി 3 ക്ലാസ്സുകളായിട്ട് നാം ഈ പ്രോസസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പരീക്ഷ സമയത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ഒത്തിരി ടിപ്പുകളാണ് മാം ഇതിലൂടെ നൽകിയത്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ദെൻ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, നമ്മൾ ഒത്തിരി പരീക്ഷകളൊക്കെ എഴുതി വന്നതാണ്. മാം പറഞ്ഞായിരുന്നു പരീക്ഷ എഴുതുക എന്നുള്ളൊരു കൾച്ചർ നമ്മൾ കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് കൊടുക്കണം. അതുപോലെ പരീക്ഷയിൽ ജയിക്കുകയും തോൽക്കുകയും വേണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു നടുവിലാണ് നമ്മൾ. പരീക്ഷ കഴിയുമ്പോൾ പിന്നെ അതിനുവേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം. പരീക്ഷയ്ക്ക് മുമ്പ് സ്ട്രെസ് വരാതിരിക്കാൻ കൗൺസിലിംഗ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം മാതാപിതാക്കളുടെ ശരിക്കും ഒരു മാനസിക ശരീരാരോഗ്യം തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം അവരാണ് സത്യത്തിൽ ഈ ടെൻഷനെയൊക്കെ സോക്ക് ചെയ്ത് വളരെ ഈസി ആയിട്ട്, നമുക്കറിയാം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിലാണ് നമ്മൾ. ജയിപ്പിക്കുക അതാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ആ ക്രൈറ്റീരിയയിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്തിരിക്കും. ചുറ്റുപാടുകളുടെ എൻവയോൺമെന്റിന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി. അപ്പൊ ഇതില് ഒരു നമുക്കറിയാം 10ാം ക്ലാസ്സിനൊക്കെ ഇത്രമാത്രം കോമ്പറ്റീറ്റീവ് മൂഡിൽ പഠിക്കണമോ എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് ഒരു ബേസോ സ്റ്റാൻഡേർഡോ ഒന്നും അല്ലാത്തൊരു കാലഘട്ടത്തിലായിപ്പോൾ നമ്മൾ. ഇവിടെ ഏത് പരീക്ഷയാണെങ്കിലും അതിന് ആവശ്യമായ രീതിയിലുള്ള പക്വതയോടുള്ള പെരുമാറ്റമാണ് നല്ലത് എന്ന് മാമിന്റെ ഓരോ വാക്കുകളും നമുക്ക് മനസ്സിലായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വൺസ് അഗെയിൻ. ഓക്കെ, നമുക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ്, നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, ഈ സാഹചര്യങ്ങളോട് കടന്നു പോയിട്ടുമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ച ടിപ്പുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് അനുഭവത്തിന്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളും പറയാം. ഇതൊന്ന് റോയ് സാർ സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ റോയ് സാർ? ഏതായാലും 2 പാർട്ടായിട്ട് അമർജ്യോതി മാഡം പറഞ്ഞ കാര്യങ്ങൾ, മാഡം ആദ്യം തന്നെ പറഞ്ഞു ഇത് കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കേണ്ട സംഗതിയാണ്, കുട്ടികളാരും ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ രീതിയിൽ ഈ പരീക്ഷ അടുക്കുന്ന സമയത്ത് ആണ് പഠിത്ത കാര്യത്തിൽ കൂടുതൽ പരീക്ഷ ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപ്രോച്ചാണ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കളും ഒക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഭാഗം. അതുവരെയും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ സാധാരണ രീതിയിൽ നേരത്തെയൊക്കെ പേരൻസിൽ അമ്മമാർക്കാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പേർക്കും ഈ പറയുന്ന കാര്യങ്ങൾ അവരവരുടെ ജോലിയും ഇതുമൊക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ കുറച്ച് സമയങ്ങളെത്തി കിട്ടത്തുള്ളൂ. എങ്കിലും കുട്ടികളുടെ ഭാവിയെ ഓർത്ത് അവർ പഠിക്കണം, അതിനുവേണ്ടി ഉള്ള നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭാഗമാണ് സാധാരണ രീതിയിലുള്ളത്. പക്ഷേ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു രക്ഷകർത്താക്കൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. നേരിട്ട് കുട്ടികൾക്കല്ല, രക്ഷകർത്താക്കളിലൂടെ കുട്ടികളെ ബോധവൽക്കരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ
കുട്ടികൾ മാത്രമല്ല രക്ഷകർത്താക്കളും ബോധവൽക്കരിക്കേണ്ട ഘടകങ്ങളാണ് ഇതെല്ലാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാഡത്തിൻ്റെ പ്രസൻറ്റേഷനിലും പറഞ്ഞ കാര്യങ്ങളാണ്. കുട്ടികളിലേക്ക് നേരിട്ടല്ല, രക്ഷകർത്താക്കളിലൂടെ തന്നെ വരേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ പരീക്ഷ എടുക്കുമ്പോഴാണല്ലോ പരീക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ ഇത് വരുന്നത്. അപ്പോൾ സ്വന്തം താല്പര്യങ്ങളും മറ്റ് ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ സമയം കളഞ്ഞ സമയത്ത് പഠിത്തത്തിൽ കുറേ ഉഴപ്പ് വന്നിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ പരീക്ഷ അടുക്കുമ്പോൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം പൊതുവായിട്ട് കുട്ടികളിലുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആണ് ഏറ്റവും കൂടുതൽ ഈ ടെൻഷൻ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത്, ഈ പരീക്ഷാ പേടി എന്ന് പറയുന്നതും തുടർന്നുണ്ടാകുന്ന സ്ട്രെസ്സും പിന്നെ മാതാപിതാക്കളുടെ അതിനെ ഈ സ്ട്രെസ് കൂട്ടാനുള്ള കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോഴാണ് കുട്ടികളാകെ വിഷമത്തിലാകുന്നത്. ഏതായാലും മാഡം പറഞ്ഞ ആ എക്സാം എഴുതുമ്പോഴത്തെ ഗൈഡ് ലൈൻസും അതുപോലെ എക്സാം പഠിക്കുന്ന കുട്ടികളുടെ സാഹചര്യങ്ങൾ, എൻവിറോൺമെൻറ്റ് എങ്ങനെ നേരെയാക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു മാഡത്തിൻ്റെ. അതുപോലെ തന്നെ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യണം, ഉന്നത വിജയം നേടുവാൻ വേണ്ട കാര്യങ്ങൾ, അതായത് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്ത് ആൻസർ ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആ ഉന്നത വിജയത്തിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ നല്ല ഗൈഡ് ലൈൻസ് ആണ് പറഞ്ഞ കാര്യം. അപ്പോൾ എല്ലാം കൊണ്ടും ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ മാത്രമല്ല രക്ഷകർത്താക്കളെയും കൂടി ഈ കാര്യങ്ങൾ ബോധവൽക്കരിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നതാണ് ഇതിനകത്തെ ഘടകങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു മാഡം. ഇത്രയും സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുകയും അത് രക്ഷകർത്താക്കളിലൂടെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനുള്ള ഘടകങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നതിന് അമർജ്യോതി മാഡത്തിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു റോഹിത് സാർ. അനിൽകുമാർ സാർ കേൾക്കാമോ? ഷാജി മാത്യു സാർ. അമർജ്യോതി മാഡത്തിന്റെ ക്ലാസ് നല്ലതായിരുന്നു. പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടും പരീക്ഷയ്ക്ക് ഒരുങ്ങേണ്ടതിനെ കുറിച്ചുള്ള എല്ലാ പോയിന്റ്സും ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി കൂടുതൽ ബുക്കിഷ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ആഴ്ചയിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ആഴ്ച 2 ദിവസം അല്ലെ 3 ദിവസം ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ വെളിയിലേക്ക് പോകാൻ കുട്ടികൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പോകാൻ. പിന്നെ കുട്ടികൾക്ക് നമ്മൾ പരാജയം ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനൊക്കെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. ഈ പറഞ്ഞ പോലെ ടൈം ടേബിളിന്റെ കാര്യവും സിലബസും ഒക്കെ നോക്കി പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നല്ല പോയിന്റ്സ് ആണ്. പിന്നെ ബ്രെയിൻ ഫുഡ്സ്, ഇപ്പം കുറച്ച് ഒരു സ്പൂൺ തേനൊക്കെ കഴിച്ചിട്ട് പോയാൽ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓർമ്മശക്തിക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ അക്രോണിംസ്, ഇപ്പൊ വിബ്ജിയോർ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും, അല്ലെങ്കിൽ അക്രോണിംസ് ഉപയോഗിച്ച് പഠിക്കുന്ന ഓർമ്മശക്തി നിലനിർത്താൻ, ഓർത്തെടുക്കാൻ, ഈ പറഞ്ഞ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, മനസ്സിൽ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന കാര്യം മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാഡം പറഞ്ഞു. അപ്പൊ സ്ട്രെസ്, പോസിറ്റീവ് സ്ട്രെസ്, യൂസ്ട്രെസ് കുറേയൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്ത കുട്ടികൾക്കാണ് ഈ പറഞ്ഞ പോലെ പരീക്ഷാ സമയത്ത് മറ്റ് ഫിസിക്കലായിട്ടുള്ള ഡിസ്റ്റർബൻസുകളും മറന്നു പോകുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. എനിവേ, നൈസ് ക്ലാസ്. താങ്ക് യു മാഡം. താങ്ക് യു സാബു സാർ. താങ്ക് യു സർ. അൻസാർ സാർ. സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സാർ ഒന്നുകൂടെ കയറി നോക്കൂ. നോർമൽ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, സാർ ഒന്നുകൂടെ ഒന്ന് റീജോയിൻ ചെയ്യുന്നു. അനിൽകുമാർ സാർ കേൾക്കാമോ? നോക്കട്ടെ സാറേ നോക്കട്ടെ. കേൾക്കാമല്ലോ ഇപ്പൊ? പറയുന്നത് കേൾക്കാമല്ലോ. ടീച്ചർ ഈ പ്രാവശ്യം എല്ലാ ഭാഗങ്ങളും, ടീച്ചറിന്റെ ക്ലാസ് ഇതിനെ പറ്റിയുള്ള ക്ലാസ് എന്തുകൊണ്ട് തീരുകയാന്ന് തോന്നുന്നു, എല്ലാ പോയിന്റ്സും വരുത്തിയിട്ടുണ്ട്. ഹെൽത്തിന്റെ കാര്യം, ഉറക്കത്തിന്റെ കാര്യം, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു. അടിപൊളിയായിരുന്നു. കൺഗ്രാജുലേഷൻസ്.
അഭിനന്ദനങ്ങൾ. പിന്നെ അത് തന്നെ ഞാൻ നമ്മുടെ എക്സാമിന് ഒന്ന് ഊന്നി പറയുകയാണ്. അതായത് ഈ പേപ്പറുകൾ തുന്നിക്കെട്ടുമ്പോൾ അത് കോളേജ് ലെവലൊക്കെ വരുമ്പോഴാണ് അത് പല കുട്ടികളുടെയും ഈ 10-25 പേപ്പർ തരുമ്പോൾ പലതും അഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അവരത് മുറുക്കി കെട്ടണം. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതാണ്, ടീച്ചർ പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചു. അതായത് ഈ ആൻസർ പേപ്പർ നമ്മൾ അഡീഷണൽ മേടിക്കുമ്പോൾ 1, 2, 3 അങ്ങനെ ഒരു 5, 6 മേടിക്കും. അത് നമ്പർ എപ്പോഴും ഞങ്ങൾക്ക് അത് എപ്പോഴും അനുഭവപ്പെടുന്ന അത് ആദ്യത്തെ അഡീഷണൽ പേപ്പർ അതായിട്ട് തന്നെ വരണം. അത് കഴിഞ്ഞ് 2ന്റെ തന്നെ വരണം. ചിലപ്പോൾ അവർ എഴുതുന്ന ചിലപ്പോൾ 4ാമത്തെ വെക്കും, പിന്നെ 1ന്റെ വെക്കും. ഞങ്ങൾ അതെല്ലാം അഴിച്ചിട്ട് പിന്നെ അത് ക്രമത്തിലാക്കിയിട്ട് അവൻ നല്ല മാർക്ക് കൊടുക്കാനൊക്കെ. കാരണം ഫൈനൽ BA ഫൈനൽ MAയുടെ എക്സാമിനേഷനാണ്, നമുക്ക് വെറുതെ മാർക്ക് കൊടുക്കാനൊക്കെ. അത് ഞങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അതൊക്കെ മാർക്കിന് വളരെയധികം ബാധിക്കുന്ന. എക്സാമിനർ ഇങ്ങനെ ഉച്ച കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന ഉടനെ ഈ കുഴപ്പം കാണിക്കുന്നതുകൊണ്ട് ഒരു അരിവ് പെട്ടെന്ന് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാകണമെന്നൊന്നുമില്ല. അത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് അത് മാതാപിതാക്കളും പറയണം, അധ്യാപകരും തന്നെ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ 1, 2 പ്രാവശ്യം വായിച്ച ശേഷം നമ്മൾ ബുക്ക് അടച്ചു വെച്ച ശേഷം നമ്മൾ ട്രൈ ടു മെമ്മറൈസ് ചെയ്യാൻ കുട്ടികൾ ശരിക്കും പഠിക്കണം. When the memory fails, again open the book and read. അങ്ങനെ 1, 2 പ്രോസസ്സ് ചെയ്ത ശേഷം പിന്നെയും റീകോൾ ചെയ്യാൻ പറ്റണം. അപ്പൊ കുറെ കാര്യമുണ്ട്, റീഡിങ്, റീഡിങ്, റീകോൾ ചെയ്യാൻ പഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് കരസ്ഥമാക്കാനൊക്കെ. പിന്നെ എപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പരീക്ഷകളൊക്കെ വരുന്നത് 1-ാം തീയതി പരീക്ഷയുണ്ട്, ചിലപ്പം തിങ്കളാഴ്ച കൊണ്ട് പിറ്റേ ദിവസം തന്നെ പരീക്ഷ കാരണം. പിന്നെ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് അധികം സമയം കാണില്ല. അപ്പൊ ഓരോ പേപ്പറിനും വേണ്ടി നമ്മൾ നേരത്തെ 1, 2 പേജിൽ അതിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ് ആ പേപ്പറിന് മിക്കവാറും കവർ ചെയ്യാന്ന് ചില പോയിന്റ്സുകൾ എഴുതി വെക്കാൻ കുട്ടികൾ പഠിച്ചിരുന്നാൽ 2ാമത്തെ പേപ്പറിനും നമ്മൾ അത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. ഇത് ഏറ്റവും നല്ലത് ചെയ്യേണ്ടതാണ്. കാരണം 1-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ചില അവധികൾ കിട്ടുള്ളൂ. പിന്നെ തലേദിവസം നമ്മൾ എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു പേപ്പറിന്റെ എല്ലാ പോയിന്റ്സും കൂടി നമ്മളൊരു 3-4 പേജ് തീർക്കാൻ നോക്കും. പോയിന്റ്സ് അത് നമ്മൾ അധ്യാപകർ തന്നെ മാർക്ക് ഇടുമ്പോൾ അത് ശ്രദ്ധിച്ചു, കാരണം വാല്യൂ പോയിന്റ്സ് ഒക്കെ തരുന്നുണ്ട്. പല വർഷങ്ങളായി കിട്ടിയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരു 3-4 പേജിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും പോയിന്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചിരിക്കുകയാണ്. ഇന്ന പോയിന്റ് വെച്ച് അത് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാവുന്നതായിരിക്കും. ടീച്ചർ പറഞ്ഞ പോലെ ആദ്യം നല്ലൊരു എഴുതുന്നതോടൊപ്പം തന്നെ അവസാനം ഒന്നും കൂടെ നോക്കും. ലാസ്റ്റ് 2, 3, 4 പാരഗ്രാഫ് സെന്റൻസുകളിൽ നമ്മൾ ആ പറഞ്ഞതിന്റെ ആൻസറിന്റെ ഉത്തരങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വരുത്തുമെന്ന് ഷോർട്ട് പ്രസംഗം പോലെ തന്നെ സമ്മപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അതുകൂടെ എഴുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും മാർക്ക് ഇടുന്നവർക്ക്. കാരണം ആദ്യത്തെ നടുക്ക് എഴുതുന്ന ഭാഗങ്ങളൊക്കെ മിഡിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്ര ശ്രദ്ധയോടെ ചിലപ്പോൾ നോക്കണമെന്നില്ല. പിന്നെ ചില ഫിഗറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എക്കണോമിക്സ് പേപ്പറിനകത്തൊക്കെ ആ ഫിഗർ ഉണ്ടെങ്കിൽ മുഴുവൻ വായിക്കേണ്ടതില്ല. ആ ഫിഗർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവനത് തെറ്റിച്ചെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിവതും ആ ഫിഗർ വരച്ചു വെക്കുകയാണെങ്കിൽ, കാരണം ഞങ്ങളുടെ MA എക്കണോമിക്സ് BA ഒക്കെ വരുമ്പോൾ ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ആ പടം തെറ്റിയാൽ അവന് തെറ്റിയിട്ടുള്ള കാര്യം ഉറപ്പാവും. അപ്പം ഫിഗർ തന്നെ എഴുതി നല്ല രീതിയിൽ പഠിച്ചിരുന്നാൽ നല്ല മാർക്ക് കിട്ടും. പിന്നെ ഞാനിപ്പം ഇത്രയും 10-15 വർഷമായി ഇതായിട്ട് പറയുകയാണെങ്കിൽ വേണ്ടില്ല, എൻ്റെ പേപ്പറിനൊക്കെ എല്ലാം 75-80. കാരണം ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പേപ്പറിന്റെ എല്ലാം ഈ ഉദാഹരണം തന്നെ അത് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് കൂടെ ആയിരുന്നുണ്ട്, അതും കൂടെ കുറെ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ആ ഫിഗറിലാക്കി വെക്കുക ചില കാര്യങ്ങൾ. അപ്പൊ ഈ ബേഡ്സ് ഐ വ്യൂ പോലെ തന്നെ എല്ലാ കാര്യവും അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൂടുതൽ എസ്സേ വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്രകാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ വളരെ പ്രയോജനപ്പെടും. ഈ തോൽവിയും പരാജയമൊക്കെ ഉണ്ടാകും. പരാജയപ്പെട്ടെന്ന് നമ്മൾ അധികം ടെൻഷൻ അടിക്കാനില്ല, നമുക്കധികം അടുത്ത പ്രാവശ്യം എഴുതാം എന്നും പറഞ്ഞ് നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ SLCയിലും പ്രീ ഡിഗ്രിക്കും പഠിക്കുന്ന പിള്ളേരൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കി നിൽക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അത് മാതാപിതാക്കളും സപ്പോർട്ട് ചെയ്യണം, ടീച്ചർമാരും സപ്പോർട്ട് ചെയ്യണം. ഉദാഹരണം തന്നെ ഇവിടെ തന്നെ കോട്ടയത്ത് തന്നെ കളക്ടറായിരുന്നു വലിയൊരാളായിരുന്നു എന്ന് പറയും. സാറേ എനിക്കൊക്കെ ഞങ്ങളുടെ കോളേജിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എങ്ങാണ്ട് 250 മാർക്ക് വളരെ കുറവായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഉത്സാഹിച്ച് പഠിച്ച് കോളേജിൽ കയറി MAയും കഴിഞ്ഞ് IASും കിട്ടി. IASൽ അങ്ങേയറ്റം ആയി. പിന്നെ അതിനപ്പുറം പറയുമ്പോൾ ആളെ തിരിച്ചറിയാൻ വേണ്ടി അത് പറയുന്നില്ല. ഇപ്പോഴും നല്ല രംഗത്ത് ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പോലീസ് IG ആയിരുന്നു, IPS കാരനായി. അദ്ദേഹത്തിന്റെ മകൻ BA വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ.
കാരണം നമ്മൾ അതേ കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ള പോലെ വിടുക. മാതാപിതാക്കൾ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ നോക്കണം. അപ്പൊ അത് കാര്യങ്ങളൊക്കെ ചെയ്ത് ടീച്ചർ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം വിശദീകരിച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ടീച്ചറിന്റെ ക്ലാസ് വളരെ നല്ലതാണ്. വളരെ ആത്മാർത്ഥത്തോടു കൂടി ടീച്ചർ അത് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതാണ്. ഞാനൊന്നും പറയുന്നില്ല. എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ട് എടുത്ത് പറയുന്നില്ല. സാബു സാറേ, ഓക്കെ. ഓക്കെ മാം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സാർ കേൾക്കണോ? ഓക്കെ, ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ സാർ. പിന്നെ എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നിട്ട് അതിൻ്റെ പുറകെ നടന്നു. അപ്പം പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു. ഇത് കുറച്ചൊരു ദിവസം കൂടെ മുമ്പേ സ്റ്റഡി സ്കിൽസും കൂടെ ചേർത്തെടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം അടുത്ത 2-3 ദിവസത്തിനകം എക്സാമിനേഷൻ തുടങ്ങുകയാണ്. ഈ അനിൽ സാറ് പറഞ്ഞതുപോലെ പരീക്ഷ പേപ്പറിൽ എഴുതുന്നതിന് കുറേ കാര്യങ്ങൾ പിള്ളേർ കേൾക്കണം. ഞങ്ങൾക്കും അത് ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അഡീഷൻ ഷീറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, വാങ്ങിച്ച് അങ്ങോട്ട് എഴുതും. അത് ഒന്നാമത്തേതാ രണ്ടാമത്തേതാ അഞ്ചാമത്തേതാ അറിയത്തില്ല. എന്നിട്ട് സാറ് പേപ്പർ കെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് കൂട്ടിക്കെട്ടി കൊടുക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ പകുതി എടുത്തിട്ട് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ബാക്കി അഡീഷൻ ഷീറ്റ് ആയിരിക്കും അടുത്ത പേജിലിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഉത്തരം തെറ്റാ. അതുപോലെ വേറെന്ന് പറഞ്ഞാൽ നമ്പർ ഇടുന്നത് അങ്ങ് കീഴി കൊണ്ട് കയറ്റിയിടും. അതായത് പിന്നെ മാർജിന്റെ അങ്ങ് അറ്റം, മേളിലറ്റം. അപ്പൊ അതെന്തുവെന്ന് പറഞ്ഞാൽ കെട്ടുന്നിടത്തായി പോകും. കെട്ടിന്റെ അകത്ത് നമ്പർ വരും. നമ്പർ വന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊന്നും അടിച്ച് പിറക്കി നോക്കാനൊന്നും സാറുമാർക്ക് സമയമില്ലല്ലോ. അതൊന്നും ചെയ്യത്തില്ല. അപ്പൊ എന്ത് വിചാരിക്കും, ഇവൻ മറ്റേതിന്റെ ഉത്തരമാണെന്ന് വായിച്ചു നോക്കി ഉത്തരത്തിന് മാർക്ക് ഇടുമ്പോഴത്തേക്ക് അതിന്റെ തുടർച്ചയാണ്, അതിന് മാർക്ക് കൊടുക്കാറായെന്ന് പറഞ്ഞ് മാർക്കങ്ങ് കൊടുക്കും. ഒരു ക്വസ്റ്റ്യന്റെ മാർക്കങ്ങ് പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള മിസ്റ്റേക്കുകൾ ഒത്തിരി ഉണ്ടാവാറുണ്ട്. അതായത് സ്കൂളിൽ ആൻസർ ബുക്കിന്റെ തന്നെ അതുപോലെ നല്ല കൈയക്ഷരത്തിൽ ആദ്യത്തെ എഴുതിയിട്ട് അടുത്തത് ഉഴപ്പി അത് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. വേറെ മഷീലും ആണെങ്കിൽ ഇതിന് കൊണ്ടുവന്ന് കുത്തിക്കെട്ടിയതാണോ എന്നുള്ള സംശയം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളത് റിലീസ് ചെയ്യണമെന്നാണ്, റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഇത് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പിന്നെ ആൻസർ ബുക്കിൽ പല മിസ്റ്റേക്കുകളും, അതായത് ക്വസ്റ്റ്യൻ നമ്പർ അവൻ ഇപ്പോൾ ഒരു രണ്ടാമത്തെ ചോദ്യത്തിന്റെ നമ്പർ ഇട്ടിട്ട് തുടങ്ങി, അവൻ്റെ അടുത്ത് ഇത്തിരി കോപ്പിയോ വല്ലതും കാണും. അപ്പൊ സാർ അങ്ങോട്ട് മാറിയറിനെ അവൻ മൂന്നാമത്തെ ചോദ്യം അവൻ്റെ അടുത്ത് കോപ്പി ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു വെച്ച് എഴുതും. ആ നമ്പർ 2 ആയിരിക്കും കിടക്കുന്നത്. മനസ്സിലായ? അവന്റെ മാർക്ക് പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ അതുപോലെ ഈ നമ്പർ തെറ്റിച്ചെഴുതുവാണെങ്കിൽ ചിലപ്പോൾ ഒരേ നമ്പർ ഇട്ട് 1, 2 എണ്ണത്തിനിടും. ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ കോളമുണ്ട്, കോളത്തിൽ ഇടുമ്പം കോളത്തിലിടുമ്പം അറിയാൻ പറ്റും. അപ്പം ഏതോ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അതൊന്നും തിരക്കി പിടിക്കാറില്ല. ഒന്നാമത് സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഇരുട്ട് മുറി, പിന്നെ പ്രായമുള്ളവർക്കാണ് കിട്ടുന്നത് ഈ പേപ്പർ നോക്കാൻ. അപ്പൊ അത് കണ്ണും ഇതൊന്നും കാണത്തില്ല. അതുകൊണ്ട് തെളിയാത്ത പേന വെച്ച് എഴുതുക. ഇതൊക്കെ പിള്ളേരെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എക്സാമിനേഷൻ, ഹൗ ടു റൈറ്റ് എക്സാമിനേഷൻ എന്നുള്ളത്, അതുപോലെ പേന പുതിയത് വാങ്ങിച്ചോണ്ട് വരും, അത് ഉണങ്ങിയിരിക്കുന്നതായിരിക്കും. അവൻ അവിടെ വന്നിരുന്ന് റിപ്പയർ ചെയ്തോണ്ടിരിക്കും. അവന്റെ സമയം പോവും. ഇത് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ മാഡം പറഞ്ഞു. ബാക്കി ഇങ്ങനെ ഉണ്ട്. അപ്പം പിന്നെ സ്റ്റഡി സ്കിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാബിറ്റാക്കി മാറും. ഒരേ സ്ഥലത്തിരുന്ന് ഒരേ സമയം പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാബിറ്റായിട്ട് മാറും. അവിടെ അപ്പൊ പഠിക്കാനുള്ളതാണ്. അതായത് ഡോണ്ട് യൂസ് ബെഡ്റൂം പിന്നെ സ്റ്റഡി റൂം ആക്കരുത്. കാരണം ബെഡ് കാണുമ്പോൾ നമുക്ക് എന്തോ തോന്നുന്ന മനസ്സിൽ ഉറങ്ങാനുള്ള സ്ഥലമാണ്, അല്ലാതെ പഠിക്കാനുള്ള സ്ഥലമാണെന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. ഈ സമയം വളരെ പ്രയോജനകരമാണ്. താങ്ക് യു സാബു സാർ. ഇത് 7ാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ പരീക്ഷ ഡിപ്പാർട്ട്മെന്റ് 7ാമത്തെ ക്ലാസ്. ഞാൻ ശ്രദ്ധില്ല സാർ, എനിക്ക് ഇടയ്ക്ക് അസുഖവും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതാണ്, അസുഖക്കാരനായി പോയെന്നാ തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മാഡം. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു സാർ. ദെൻ ജോർജ് സാർ, ജോർജ് ഫിലിപ്പ് സാർ, തോമസ് അച്ഛൻ കേൾക്കാമോ? രമാവതി മാം, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. ജോർജ് സാർ പറയും. താങ്ക് യു സാബ് സാർ. അമർജ്യോതി മാം, നന്നായി, വളരെ നന്നായി. വലിയ ബോധവൽക്കരണം.
ഇനിയും ഒരു പരീക്ഷ കൂടെ എഴുതാൻ ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബോധവൽക്കരണങ്ങളെല്ലാം ഉപയോഗിക്കണം എന്നൊരു മോഹം ഉള്ളിൽ ഉണ്ട്. പാഠം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇനിയും പരീക്ഷ എഴുതാനൊക്കെ സമയമുണ്ടെന്ന് കരുതിയിരിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ നന്നായി ഒത്തിരി ടിപ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ സന്ദർഭോചിതമായി കേൾക്കേണ്ടവര് കേൾക്കാൻ ഇടവന്നാൽ തീർച്ചയായും ഉപകാരപ്പെടും. ഓക്കെ മാം, ഇതിനു മുമ്പ് നമ്മൾ ഇതേ വിഷയം തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണം. എന്തായാലും മാർച്ച് മാസം കൂടെ അത് വളരെ പ്രസക്തമാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ ഈ കൂട്ടത്തിൽ പെട്ടതാണെങ്കിലും അതിന്റെ അജോലികളും യൂട്യൂബും ഒക്കെ നോക്കുന്നവരുണ്ട്. പലർക്കും ഇതിങ്ങനെ നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ. അത് കണ്ട് സമയം പോലെ അതൊക്കെ നോക്കി വിലയിരുത്തുന്നവരും സ്വീകരിക്കുന്നവരും ഉണ്ടാകും, ഉറപ്പാ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് മൈൻഡ്ഫുൾ ലേണിംഗ് ആണ് ആന്റണി സാറിന്റെ. നാളെ കഴിഞ്ഞ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നു. ഓക്കെ, വേറെ ഇനി ആരെങ്കിലും? യെസ്, രമാവതി ജ്യോതി മാം, നമസ്കാരം. മാം പറഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എല്ലാവർക്കും ഉപകാരമാകുന്ന രീതിയിൽ ഇത് ശരിക്കും ഇപ്പം SSLC പരീക്ഷയെല്ലാം നടക്കുമ്പം കുട്ടികൾക്കാണ് ഇത് ശരിക്കും കിട്ടേണ്ടത്. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയും ഈ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനെയും കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ട് ക്ലാസ് എടുക്കണം. അതാണ് ബോധവൽക്കരണം. രണ്ടുപേർക്കും മനസ്സിലാണ്. രണ്ടുപേർക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാം പറഞ്ഞ പോലെ. അതിലിപ്പോ ഈ മാം പറഞ്ഞ കുറെ സ്ട്രെസ്സിന്റെ പോയിന്റിൽ മറന്നു പോകുന്നെന്ന് പറയുന്ന കുട്ടികളുണ്ട്. എന്ത് പഠിച്ചാലും പരീക്ഷയാകുമ്പോൾ നമ്മൾ മറന്നു പോകും, അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. അതുപോലെ മാം പറഞ്ഞില്ലേ, ചിലവർക്ക് ബ്രെയിൻ അവർ രാത്രിയാണെങ്കിൽ രാവിലെ. അതിൽ ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചത്, ഈ തടിച്ച കുട്ടികള് രാത്രി വേഗം ഉറങ്ങിപ്പോകുന്നുണ്ട്, രാവിലെയാണ് അവർ പഠിക്കാൻ അധികം ഇൻട്രസ്റ്റ് കാണിക്കുക. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകലുണ്ട്. അതുപോലെ തന്നെ മാം പറഞ്ഞ പോലെ പരീക്ഷാ പേപ്പറിൽ നമ്പർ ഇടുന്ന നല്ല പ്രവണതയാണ് മാം. കിട്ടിയ ആൻസർ പേപ്പറിൽ നമ്പർ ഇടുക. അതുപോലെ തന്നെ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ടിക്ക് ചെയ്യുക, എഴുതി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ നേരത്തെ ഒരു സാറ് പറഞ്ഞ പോലെ രണ്ടാമത്തെ വായിച്ച് മൂന്നാമത്തേലേക്ക് ആൻസർ എഴുതാനുള്ള സാധ്യത ഇല്ല. പിന്നെ ചില പാരന്റ്സ് നീ എന്നാല് പിന്നെ ലാപ്ടോപ്പ് എടുത്തോ പഠിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് അവന്റെ ബെഡ്റൂമിലെല്ലാം കൊടുക്കുകയാണെങ്കിൽ അവൻ പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല. അത് നോക്കാനൊന്നും ഉള്ള ഇത് ഇവരിപ്പം പേരൻസ് അധികം വൈകുന്നേരം ആകുമ്പോ സീരിയലിലേക്ക് സീരിയൽ കാണാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടി കൂടുതലും പഠിക്കുന്നുള്ള ചിന്താഗതി ഉണ്ട്. അതല്ല, പാരന്റ്സും കൂടി ഇടയ്ക്കിടെ ശ്രദ്ധിക്കണം. കുട്ടികളെ വെറുതെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരിത് വേണ്ട. അതുപോലെ തന്നെ മാം പറഞ്ഞ വിശപ്പിന്റെ കാര്യത്തില് അവര് കഴിക്കുന്ന ഫുഡ്, പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കൊടുക്കാതിരിക്കുക. ഈ പരീക്ഷാ സമയത്ത് വയറിളക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഒരു 2-3 മിനിറ്റ് എടുത്തോട്ടെ സാബു സാർ? എനിക്ക് പറയാനുള്ള, ഇപ്പം എനിക്ക് 2 പിള്ളേരാണ്. അപ്പൊ SSLC പഠിക്കുന്ന സമയത്ത് മോനെ പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൗട്ട്, ഫാൻസി ഡ്രസ്സ് എല്ലാം, പിന്നെ ബാൻഡ് എല്ലാറ്റിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു 9th പഠിക്കും, കഥ എഴുതിയിട്ട് കിട്ടി. അപ്പൊ എല്ലാറ്റിലും ഉണ്ടാകുമ്പോ ഞാൻ പറഞ്ഞു ഇനി 10th എത്തുമ്പോ നീ ഒന്നിനും ചേർന്നേക്കല്ല. അപ്പൊ ഞാനും അവിടെ PTA ഉണ്ട്. അപ്പൊ ഒരു ദിവസം എന്നെ വിളിക്കുന്നുണ്ട് HM, പിന്നെ മോനെ എന്തായാലും പഞ്ചവാദ്യം എടുക്കുന്നുണ്ട്, അതില് അവൻ വേണം. ഞാൻ പറഞ്ഞു സർ SSLC അല്ല, അവൻ ബ്യൂഗ്ലർ ആയിരുന്നു പിന്നെ അത് ബാൻഡില്, അതുകൊണ്ട് അവൻ അത് ചെയ്യാൻ പറ്റൂ. അപ്പൊ പിന്നെ രക്ഷയില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ മാം, എനിക്ക് പ്രശ്നം വന്നത് ഈ കുട്ടി അധികം ഇവിടെ തളിയിൽ ക്ഷേത്രത്തിൽ പ്രാക്ടീസ് ആയിരുന്നു അധികം. ഇവൻ SSLC ആണ്. ഇത് കഴിഞ്ഞിട്ട് പഠിക്കാൻ ലാസ്റ്റ് നിമിഷത്തിൽ ഒരു 3 ആഴ്ച ഉണ്ടാകുമ്പോ ഇവനോട് ഞാൻ പറഞ്ഞു മോനെ, അപ്പൊ അവൻ പറയാണ് മലയാളത്തിൽ ഈ പാഠം എടുത്തിനോന്ന് എനിക്കറിയില്ല, ഈ പാഠം ഇന്നതിൽ എടുത്തിനോ. എനിക്ക് ഭയങ്കര സങ്കടം, ഞാനും ജോലിക്ക് പോകുന്നതല്ലേ. പിന്നെ ഞാൻ 1 ആഴ്ച 2 ആഴ്ച തോന്നുന്നു ലീവ് എടുത്തിട്ട് ഓരോരോ സബ്ജക്റ്റിനും ഓരോരോ സാറിന്റെ അടുത്ത് ഒരാഴ്ച 6-7 ദിവസം വിട്ടു, നിവൃത്തിയില്ലാത്തോണ്ടാ വിട്ടിട്ട്. പിന്നെ ഇവന്റെ എന്നോട് ചോദ്യം ചോദിക്കുക മമ്മി. അപ്പൊ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോ വർക്ക് ഏരിയയിലിരിക്കുമ്പോ മമ്മി 1 മിനിറ്റ് പൂച്ചക്ക് ഒന്ന് കല്ലെറിയട്ടെ. പൂച്ചക്ക് കല്ലെറിഞ്ഞു, ഒന്ന് മാവില് കയറിക്കോട്ടെ, മാവില് കയറിക്കോ. മേം പറഞ്ഞ പോലെ ഇടക്കിടക്ക് അവന്റെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാണ്. അത് കഴിഞ്ഞിട്ട് പരീക്ഷക്ക് കൂളായിട്ടാ ഞാൻ ഡീൽ ചെയ്യുന്നത്. പരീക്ഷക്ക് വന്നിട്ട് 433, റീവാലുവേഷന് 435 ആയി. നമ്മള് 450 ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിച്ചാലും കിട്ടൂല.
അപ്പൊ അവസാനം അവിടുത്തെ വിനോദമാഷ് പറയുന്നത്, അയ്യോ റോഷൻ 435 മാർക്ക് കിട്ടിയല്ലേ, ഇതെങ്ങനെ സാധിച്ചു, ഇവൻ സ്പോർട്സിൽ ഇവിടുത്തെ ചാമ്പ്യൻഷിപ്പാണ്, മറ്റെല്ലാറ്റിലും ഉണ്ട്, പിന്നെ എങ്ങനെ സാധിച്ചു എന്നല്ലേ. മാം പറഞ്ഞ പോലെ നമ്മളെ ജീവിതത്തിലെ മാർക്ക് അങ്ങനെ കൂടുതൽ കിട്ടിയിട്ട് ഒരു കാര്യമില്ല, പക്ഷെ ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഞാൻ നീട്ടുന്നില്ല, ഒരു കാര്യം കൂടി പറയാം സാറേ. മോളെ പഠിപ്പിക്കുമ്പം ഡിഗ്രി അലോഷ്യസിൽ മൈക്രോബയോളജി ആയിരുന്നു. അപ്പോ അന്നേരം എൻട്രൻസ് എഴുതിയിട്ട് കർണാടക എൻട്രൻസിൽ പിന്നെ ഇത് എഞ്ചിനീയറിങ് കിട്ടി, പിന്നെ മറ്റേ 1-2 കിട്ടി. കിട്ടിയിട്ടാകുമ്പോ ഇവളെ കൊണ്ടുപോയിട്ട് 1,05,000 എഞ്ചിനീയറിങ് വേണമെന്ന് മോള്, നമ്മളെ പൈസന്റെ കാര്യം പറയുമ്പോ നമ്മൾ ഒന്നിച്ച് ഇതാവുന്ന കുട്ടിയാണ്. പറഞ്ഞു വേണ്ട ഡാഡി, വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പൈസ ഡാഡിന്റെ ഇങ്ങനെ പോണ്ടാന്നായി. പിന്നെ BDS കിട്ടിയിരുന്നു, അത് 3.5 ലക്ഷം പറഞ്ഞു. അവസാനം നീ എന്ത് ചെയ്യുന്നു? ഞാൻ മൈക്രോബയോളജി പഠിക്കുന്നു. എവിടെ? സെന്റ് ലൂഷ്യസിൽ. ഓക്കെ, നീ മൈക്രോബയോളജി പഠിച്ചോ. അത് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുന്നു? ഞാൻ MSc മെഡിക്കൽ മൈക്രോബയോളജി KMC പഠിക്കുന്നു. ഓക്കെ, ചേർത്തു. 52,500 അങ്ങനെ എന്താ ഫീസാണ്. പൈസ എല്ലാം കൊടുത്തു. സാറേ ഇവള് പറയാണ് എനിക്കിത് പഠിക്കണ്ട, ഈ MSc എനിക്ക് പഠിക്കണ്ട. എന്തു പറ്റി? എനിക്ക് ബോട്ടണി ആയിരുന്നു അവിടെ ഒരു സബ്ജക്റ്റ്, ഇവിടെ എനിക്ക് അനാട്ടമി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഫാർമക്കോളജി എല്ലാം ഡോക്ടേഴ്സ് എല്ലാം ഉള്ള കോഴ്സല്ലേ, എല്ലാം ഒന്നിച്ചുണ്ട്. എനിക്ക് പഠിക്കാനാവുന്നില്ല. ചില ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ അവർ മുമ്പ് ആൻസർ പറയുന്നു, എനിക്ക് പണ്ടത്തെ പോലെ ആൻസർ പറയാൻ പറ്റുന്നില്ല, ഞാനിത് നിർത്തുന്നു. ഒരു രക്ഷയില്ല, നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. മാം കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, അവസാനം ഒരു തഹസിൽദാറുണ്ട്, നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്, അവരെ വിളിച്ചു വരുത്തിയിട്ട് അവളെ അടുത്തിരുത്തിയിട്ട് ചോദിച്ചു, മോൾ എന്താ എന്റെ പ്രശ്നം? അങ്കിൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി? എനിക്ക് ട്യൂഷനൊന്നും ഇവിടെ ആളില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ആവൂല. അവസാനം കുട്ടികളെ കാര്യത്തിൽ ഞാൻ ഒന്നും കൂടി ചേർക്കാം. അവൾ എന്നോട് പറയാണ്, മമ്മി ഒരു കാര്യം ചെയ്തു, ഞാൻ അടുത്ത കൊല്ലം സാധാരണ മൈക്രോബയോളജി പഠിച്ചോളാം മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ നീ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ട്യൂഷൻ എടുത്തിട്ട് എന്തെങ്കിലും പൈസ തരാം നിങ്ങൾക്ക്, ഈ പോയ പൈസ എല്ലാം തരുന്ന പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളെ അമ്മേനെ ഞാൻ നോക്കിക്കോളാം ഹോം നേഴ്സായിട്ട്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോ പൈസ നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വീണ്ടും 2 വർഷത്തെ പൈസ ഞാൻ അടക്കണം, അത് കുഴപ്പമില്ല അടച്ചോളാം. അവസാനം ഈ നമ്മുടെ തഹസിൽദാർ പറഞ്ഞതിന്റെ അവസ്ഥയിൽ കാഞ്ഞങ്ങാട് ഒരു ട്യൂഷൻ ടീച്ചറാക്കി. അവള് 2 പ്രാവശ്യം ട്യൂഷന് പോയിട്ടാകുമ്പോൾ നമ്മളോട് പറയാണ്, മമ്മി ഞാൻ ഓക്കെയാണ് കേട്ടാ. അവസാനം 45 എത്ര കുട്ടികൾ ആദ്യത്തെ വർഷം പരീക്ഷ എഴുതിയതിൽ 15 ആള് പാസ്സായാലും എന്റെ മോളുണ്ടായിരുന്നു മാഡം. അവള് പിന്നെ ചെന്നൈയിലെ ഒരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു, എല്ലാം നല്ല രീതിയിലായി. താങ്ക് യു മാം. മാമിന്റെ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ അതെല്ലാം എന്താ പറയണ്ട ഓർമ്മിക്കുകയായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു. സോറി സമയം അധികം എടുത്തു സോറി. ഓക്കെ, ഞാൻ നമ്മള് ഈ ക്ലാസ് കേട്ടിരുന്ന കേൾക്കുന്നുണ്ടോ സർ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഒരു ടാബിലാണ്. അപ്പം ഈ നമ്മളെല്ലാം ഓർമ്മിച്ചത് നമ്മുടെ പരീക്ഷാകാലമാണ്. ടീച്ചറുടെ ക്ലാസ് കേട്ടപ്പോൾ ടീച്ചർ ഒരു ബോൺ ടീച്ചറാണ് കേട്ടോ. ഈ ജന്മനാൽ ടീച്ചറായ ആള് പൂർവ്വജന്മത്തിലും ടീച്ചറായിരുന്നു തോന്നുന്നു. കാരണം അത്രയും ബുള്ളറ്റ് പോയിന്റ്സ് അങ്ങനെ ഈ ഗുളിക രൂപത്തിൽ കാച്ചിക്കുറുക്കി ഇങ്ങനെ ഓരോരുത്തരുടെ വായിലിട്ട് വെള്ളം ഒഴിച്ചു തരുന്ന പോലെ ആയിരുന്നു ആ ക്ലാസ്. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യണ്ടായി. പക്ഷെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, നമ്മൾ അച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ആയിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പരീക്ഷകൾ ഇല്ലാത്ത ഒരു കാലാവസ്ഥയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏത് കാര്യത്തിനും പരീക്ഷകളാണ്. അത് 10ാം ക്ലാസ് ആയാലും +2 ആയാലും ഈ നമുക്ക് പിള്ളേരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഈ SSLCക്കും +2നും മാത്രമാണ്. ഡിഗ്രി ലെവലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ അവരുടെ രീതികൾ അപ്പോഴത്തേക്ക് തന്നെ ഫൗണ്ടേഷൻ ഉറച്ചു കഴിയും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും പഠിച്ച കുട്ടി, ഏറ്റവും ബുദ്ധിയുള്ള കുട്ടിയല്ല നല്ല മാർക്ക് വാങ്ങിക്കുന്നത്. അത് ആൻസർ പേപ്പറിൽ നന്നായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഈ 10ാം ക്ലാസ്സിൽ കൊടുക്കുന്ന ഭയങ്കരമായ ഒരു ബൂസ്റ്റിങ്, മീഡിയകൾ മുഴുവൻ, പത്രങ്ങൾ മുഴുവൻ എല്ലാം കൂടെ അങ്ങോട്ട് കൊടുത്ത് ഭയങ്കരമായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിൽ എത്തിക്കഴിഞ്ഞാൽ മാറിപ്പോകും. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ പറയുന്നെങ്കിലും പിള്ളേരെ ഇത് ഒരു നല്ല ശതമാനം പിള്ളേരെ ഇത് ബാധിക്കുന്നേ ഇല്ല. അവർക്ക് ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ല, ഒന്നുമില്ല. പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് വേണമെങ്കിൽ വെറുതെ ഇരുന്ന് പോകുന്ന ടൈപ്പ് പിള്ളേരും ഒക്കെ ആയിട്ട് മാറി. പുതിയ തലമുറ അങ്ങനെയാണ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ പഴയ പഠന രീതികളും പഴയ പരീക്ഷയ്ക്ക് തയ്യാറാകലുമാണ് ഇവിടെ വിവരിച്ചതെല്ലാം തന്നെ. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റേറ്റ് സിലബസിലെ പരീക്ഷ രീതിയും CBSE ICSE ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പരീക്ഷാ രീതികളാണ്. കാരണം അതിലൊരു മോഡലായിട്ട് നമുക്ക് എടുക്കാവുന്ന CBSE ടൈപ്പാണ് ഇനി NEP വരുന്നതോടുകൂടി കേരളം മുഴുവൻ വരാൻ പോകുന്നത്. അതിൽ
ഈ മഗപ്പ് ചെയ്താലോ കാണാതെ പഠിച്ചാലോ ഒന്നും ആ പരീക്ഷകൾ പാസ്സാവാൻ പറ്റില്ല. മനസ്സിലാക്കി അനലൈസ് ചെയ്ത് സിറ്റുവേഷൻസ് ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് പാറ്റേണിലാണ് ഇപ്പൊ സ്കൂളുകളിലെല്ലാം തന്നെ പഠിപ്പിക്കപ്പെടുന്നത്. അവിടെ ഈ ബുക്ക് വെച്ച് പരീക്ഷ പോലും എഴുതാനുള്ള കാലാവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യം ലേണിംഗ് അറ്റ്മോസ്ഫിയർ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ പിള്ളേരുടെ പരീക്ഷ എത്തിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ കുടുംബം മുഴുവൻ അതിനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു തോന്നൽ പിള്ളേർക്ക് ഉണ്ടാക്കിയാൽ അത് വളരെ ഗുണം ചെയ്യും. നമ്മൾ TV ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നു, എന്നിട്ട് അച്ഛനും അമ്മയും ഒക്കെ കൂടെ പ്രത്യേകമായിട്ട് മക്കളെ കൂടി ഇരുത്തിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് നടത്തുന്നു. ഒരു മാസം മുന്നേ അങ്ങോട്ട് തുടങ്ങുക. വിരുന്നുകാരെ വീട്ടിൽ കയറ്റാതിരിക്കുന്നു. ഇപ്പൊ ഉത്സവകാലമാണ്. അപ്പൊ ഉത്സവത്തിനൊക്കെ നമ്മൾ അച്ഛനും അമ്മയും തന്നെ ഈ മോന്റെ പരീക്ഷയാണ്, ഉത്സവത്തിനൊന്നും പോകുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുന്നു. വിരുന്നുകാർ വീട്ടിൽ വന്നാൽ അവരോട് പറഞ്ഞ് അവരെ അങ്ങ് വിടുന്നു. അയ്യോ താമസിക്കല്ലേ, മോന് പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞാൽ വീട് മുഴുവൻ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടി നല്ല സീരിയസ് ആകുന്നതായിട്ടാണ് ഞാൻ കാണുന്ന കാരണം ഞാൻ 2-3 CBSE സ്കൂളുകളുടെ അക്കാഡമിക് ഡയറക്ടറും ചുമതലയൊക്കെ ഉള്ള ആളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതുകൊണ്ടും എനിക്കത് നന്നായിട്ട് പറയാൻ പറ്റും. ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടി സ്വാഭാവികമായിട്ട് അങ്ങോട്ട്, അല്ല ഫ്ലൂക്കിന് ഒരു ട്യൂഷന് പോയിട്ട് കുറച്ച് മാർക്ക് വാങ്ങി വരുന്ന പോലെയല്ല. എല്ലാം ഇനി പരീക്ഷകളാണ്. അത് സിവിൽ സർവീസും മുതൽ എല്ലാ പരീക്ഷകൾക്കും ഉള്ള ഒരു പാറ്റേൺ ഒരേപോലെയാണ്. പ്രസന്റ് ചെയ്യാനുള്ള ഒരു ശേഷി. അപ്പൊ ഈ പരീക്ഷാ സമയത്ത് ഈ മനോരമയിൽ വരുന്ന പഠിപ്പുരയൊക്കെ വായിക്കുന്നത് നല്ലതാണ്. കാരണം ഈ കീ പോയിന്റ്സ്, ആൻസർ കീയിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പക്ഷെ പരീക്ഷകളുടെ എല്ലാം രീതി മാറുകയാണ്. നമ്മൾ ഈ പഴയ പരീക്ഷാ സമ്പ്രദായങ്ങളും ഒക്കെ ഇങ്ങനെ അയവിറക്കി മുതിർന്നവരെല്ലാം കൂടെ നമ്മൾ ഇരുന്ന് പരീക്ഷകളെ ഓർമ്മിച്ചു. ടീച്ചറുടെ ക്ലാസ് പരീക്ഷകൾ, ഞാൻ ഈ പരീക്ഷയ്ക്ക് പോയി ആദ്യം ബോധം കെട്ട് വീണ ആളാണ് കേട്ടോ. കാരണം ഈ ഉറങ്ങാതെ, അന്ന് ആരും പറഞ്ഞു തന്നില്ല 6 മണിക്കൂർ ഉറങ്ങണമെന്നും ഒന്നും പറഞ്ഞു തന്നിരുന്നില്ല. ഈ വീട്ടിൽ ഉറങ്ങാതെ ബക്കറ്റിൽ കാല് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടും അമ്മ കട്ടൻ ചായ ഒഴിച്ച് ഒരുക്കി കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് തരികയും ഒക്കെ ചെയ്തിട്ട് തീരെ ഉറങ്ങാതെ ഇരുന്നിട്ട് പരീക്ഷാ ഹാളിലെത്തി ബോധം കെട്ട് വീണിട്ട് ആദ്യത്തെ 15 മിനിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷയെ പേടിക്കരുതെങ്കിലും, പക്ഷെ പരീക്ഷയെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പിള്ളേരെ പഠിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ പേടിക്കണ്ട, പരീക്ഷ പേടി വേണ്ട എന്നൊന്നും പറയരുത്. പരീക്ഷ പേടിക്കുക തന്നെ വേണം. ആ പേടിച്ച് നിൽക്കുന്ന ആ സാധനത്തിനെ നേരിടാൻ വീട്ടുകാരും കൂടെ അതിൽ ശ്രമിക്കുന്നത് നല്ലതാണ്. എങ്കിലും ടീച്ചർ എന്നെ പഴയ ക്ലാസ് റൂമുകളിലേക്കൊക്കെ നയിക്കുകയും ഞാൻ എഴുതിയ പരീക്ഷകളുടെയൊക്കെ ഇരുന്ന പൊസിഷൻ മുതൽ ഉപയോഗിച്ച പഴയ മഷിപ്പേന വരെ എന്നെ ഓർമ്മിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. തന്നെയാണ് രമാവതി മാം പറഞ്ഞത് അല്ലെ, അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പഠനത്തിന് വേറൊരു സ്റ്റൈലാണ് എന്നുള്ളത് സുധോധൻ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടായേക്കാം അല്ലെ, ഉണ്ട് തീർച്ചയായും. ഓക്കെ, വേറെ ഇനി ആരാണ് പറയുന്നത്? ടോമി സാർ വന്നുള്ളൂ. തോമസ് അച്ഛൻ കേൾക്കാമോ? ഞാൻ തിരക്കായിരുന്നു സാറേ, മുഴുവൻ കേട്ടില്ല. ചിലതായപ്പോഴാണ് സാർ മാഡത്തിന്റെ ക്ലാസ് ഒത്തിരി നന്നായിരുന്നു, കുട്ടികൾക്ക് എഫക്റ്റീവ് ആയിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ഈ ഇപ്പം മാറിയ പരീക്ഷാ സാഹചര്യത്തിൽ പുതിയ പരീക്ഷ ഒരുക്ക സെമിനാർ ഇനി തയ്യാറാക്കേണ്ട കാലമാണെന്ന് തോന്നുന്നു. എല്ലാ മംഗളങ്ങളും വളരെ ഭംഗിയായി മാഡം അത് അവതരിപ്പിച്ചു. പ്രത്യേക അഭിനന്ദനം. താങ്ക് യു. ഓക്കെ, നമുക്ക് നാളെ മൈൻഡ്ഫുൾ ലേണിംഗിന്റെ മെഡിറ്റേഷൻ പാട്ടും കൂടി ഉണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? രേഖയുണ്ട്, ടോമിസ, മുബീനയുണ്ട്, എൽസ് അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ അമർജ്യോതി മാം, വൺസ് അഗൈൻ താങ്ക് യു. അടുത്തടുത്ത 2 സെഷൻസ് ആയിട്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി പോയിന്റുകളാണ് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന ആ സമൂഹത്തിന്, കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അത് പ്രയോജനകരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ടോമി സാർ പറയും. ടോമി സാർ. സാർ, എനിക്കൊരു നഷ്ടമായി പോയി ഇന്നത്തെ ക്ലാസ് എന്നുള്ള എനിക്ക് തോന്നുന്നു. ഇച്ചിരി വൈകിപ്പോയി, ഞാൻ പുറത്തായിരുന്നു, വരാൻ ഇച്ചിരി വൈകിപ്പോയി. ഏതാണേലും അമർജ്യോതി മാഡം നന്നായിട്ട് ക്ലാസ് എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പിന്നീട് യൂട്യൂബിൽ കണ്ടോളാം സാർ. താങ്ക് യു. താങ്ക്സ്. രേഖ. ഓക്കെ, താങ്ക് യു മാം. ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. രേഖ പറയും. ഞാനിപ്പം ജോയിൻ ചെയ്തോളൂ. ഓക്കെ. നമ്മുടെ യൂട്യൂബ് റെക്കോർഡിംഗ് കണ്ടാൽ മതി. ഞാൻ കുറച്ച് റെക്കോർഡിംഗ്. ഓക്കെ സാർ, അത് കാണാം. ഓക്കെ, താങ്ക് യു.
സോ ജ്യോതി മാം നമുക്ക് കഴിഞ്ഞ പോയി അല്ലേ? ജോഷ് സാർ എത്തിയുള്ളൂ. ജോഷ് സാർ ഇവിടെ പറയുന്നു. ഇല്ല, ഞാന് എന്താണെന്ന് ഒന്നും അറിഞ്ഞില്ല സംഭവം. യെസ്, എക്സാമിനേഷന്റെ ടിപ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി, സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. ഞാൻ കേട്ടു. ഞാൻ ഈ അവസാന വാചകം പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ മൈൻഡ്ഫുൾ ലേണിംഗ് ആണ് കേട്ടോ. മൈൻഡ്ഫുൾ ലേണിംഗ് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ആന്റണി പുത്തമ്പലക്കൽ സാർ. നാളെ കഥയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സി നാളെ താങ്ക് യു. നാളെ നാളെ കഥയില്ല. സോറി, നാളെ നാളെ കഥയാണ്. പറഞ്ഞു തിരിച്ചു പോയാണ്. നാളെ സ്റ്റോറി തരാം. ഓക്കെ.